താങ്ക് യു. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഔദ്യോഗിക പ്രോഗ്രാമിലേക്ക് കടക്കുന്നു. ഈ പ്രോഗ്രാമിന് കായിക ജ്വാല 2024 പ്രോഗ്രാമിന് ഔദ്യോഗികമായി സ്വാഗതം ബഹുമാനായ കായിക ജ്വാല കൺവീനർ സഞ്ജയ് ES സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 27 വർഷത്തെ ദീർഘമായ 27 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ പ്രിയങ്കരനായ കായിക അനീഫ് മാഷ് റിട്ടയർമെന്റിനോടനുബന്ധിച്ച് നമ്മൾ ഒരു പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചാണ് കായിക ജ്വാല എന്ന പേരിൽ തുടങ്ങുന്നത്. ഔപചാരികയുടെ പേരിലാണ് എല്ലാവർക്കും സ്വാഗതം പറയുന്നത്. കാരണം നമ്മളെല്ലാവരും സ്പോർട്സിനെ സംബന്ധിച്ച ഒരു ഫാമിലിയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും സ്പോർട്സ് ഈ 27 വർഷ കാലയളവിൽ വന്ന് പങ്കെടുത്ത് എരുമപ്പെട്ടി സ്കൂളിൻ്റെ പേരിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ എത്തിച്ച ഒരുപാട് കളിക്കാരാണ് വേദിക്കുന്നത്. അതുപോലെ സദസ്സിലിരിക്കുന്ന എല്ലാവരും ഇതിന് നമുക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയ ആൾക്കാരാണ്. അപ്പോൾ ഇതിന് നമുക്ക് പങ്കാളികളായിട്ട് കിട്ടിയത് സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് സാംബശിവൻ സാറാണ്. സാംബശിവൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാംബശിവൻ സാറും നല്ലൊരു കായിക താരമാണ്. എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്നു. മാസ്റ്റേഴ്സ് മീറ്റിൽ ഇൻ്റർനാഷണൽ മെഡലിസ്റ്റാണ്. അപ്പോൾ അതുകൂടി നമ്മുടെ പുതിയ കായിക വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് എന്ന് ചെറുതായൊരു ഇൻട്രഡക്ഷൻ പറയുന്നു. പിന്നെ എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്. നമുക്ക് നമ്മുടെ വേദിയിലെ നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഏതൊരു കാര്യത്തിലും നമ്മളെ സഹായിക്കാൻ വേണ്ട നിർദ്ദേശം തരുന്ന നമ്മുടെ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തലാൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്കൂളിനെ നമുക്ക് വേണ്ട സ്കൂളിൽ വേണ്ട എല്ലാവിധ സഹകരണങ്ങളും നമുക്ക് നൽകി സഹായിക്കുകയും ഈ വേദി നമുക്ക് ഏറ്റവും പ്രിയങ്കരമാക്കാൻ ചെയ്ത സ്കൂൾ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് വന്ന നമ്മുടെ ജനപ്രതിനിധികൾ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ വാർഡ് മെമ്പർ ജോസ് ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ ഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന തൊട്ടടുത്ത കാരണം എല്ലാ ദിവസവും ഗ്രൗണ്ടിലെ സാന്നിധ്യമായ സുധീഷ് പറമ്പിൽ നമ്മുടെ സ്കൂളിലെ നിലവിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്കൂളിലെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് സ്വാഗതം ചെയ്യാനുള്ളത് എന്താ പറയുക, നമ്മുടെ ഈ വർഷ കാലയളവിൽ നമ്മുടെ അനീഫ് മാഷ്ക്ക് തൊട്ടു മുന്നായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹെൻറി മാഷിനെയാണ്. ഹെൻറി മാഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എരുമപ്പെട്ടിയിൽ വർക്ക് ചെയ്തില്ലെങ്കിലും എല്ലാവിധ എരുമപ്പെട്ടിയുടെ സ്പോർട്സ് മേഖലയിലും എരുമപ്പെട്ടിയെ ഉയർന്ന തലത്തിൽ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഫ്രാങ്കോ മാഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ശങ്കരുട്ടി മാഷർ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധം സഹകരണവും ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. ശങ്കരുട്ടി മാഷിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ഈ കാലയളവിൽ നമുക്ക് പങ്കജൻ ടീച്ചറും നമ്മളെ വളരെയധികം സഹകരിച്ചു. അതുപോലെ തന്നെ ഈ വേദിയിലേക്ക് നമുക്കൊരു ഇതിനു വേണ്ടി വിളിച്ചപ്പോൾ എന്തായാലും ഞാൻ എരുമപ്പെട്ടിയിലേക്ക് വരും എന്നുള്ള നമുക്ക് ഉറപ്പ് നൽകിയ നമ്മുടെ പങ്കജൻ ടീച്ചറേനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മളെല്ലാവരും ഈ കാലയളവിൽ പഠിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യപരമായ നമ്മുടെ ശരീരത്തിന് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഏത് സമയത്തും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം തന്ന് നമ്മളതിനെ സഹായിക്കുന്ന നമ്മുടെ 2 ചേച്ചിമാരുണ്ട്. ചേച്ചിമാരിനെ 2 പേരെയും ഒരുമിച്ച് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഹനീഫ മാഷിനെയാണ്. ഹനീഫ മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എരുമപ്പെട്ടി സ്കൂൾ ജോയിൻ ചെയ്ത് നീണ്ട 27 വർഷം എരുമപ്പെട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് എരുമപ്പെട്ടിയുടെ പേര് ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിൽ എരുമപ്പെട്ടിയുടെ പേര്, എരുമപ്പെട്ടി സ്കൂളിൻ്റെ പേര് എത്തിക്കുന്നതിന് വേണ്ടി സ്വന്തം ശരീരം മറന്നും കുടുംബത്തെ മറന്നും കൂടുതൽ അധ്വാനിച്ച് രാപ്പകലില്ലാണ്ട് സ്കൂൾ ടൈം ഒരു 10 മണി 4 മണിയാണെങ്കിൽ മാഷ് കാലത്ത് 6 മണിക്ക് ഗ്രൗണ്ടിലുണ്ടായിരിക്കും. വൈകിട്ട് 7 മണിക്കാണ് ഗ്രൗണ്ടിൽ നിന്ന് കയറാറ്. നമ്മുടെ നാട്ടുകാർക്കും നാടിനെ സംബന്ധിച്ച എല്ലാവർക്കും അറിയാം മാഷിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ആദരവാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ഒരു സാധ്യതയായിട്ടുള്ള ഡേറ്റാണ് 9 എന്നുള്ള ഡേറ്റ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും എല്ലാ രീതിയിലും നമ്മളതിനെ സഹകരിച്ചു. അതുപോലെ തന്നെ നിലവിൽ ഈ കാലയളവ് എന്ന് പറയുന്നത് മാഷിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം മാഷിൻ്റെ എല്ലാവിധ സേവനവും സഹകരണവും എരുമപ്പെട്ടിക്കും എരുമപ്പെട്ടി സ്കൂളിനും വേണം എന്നുള്ളത് ഞാൻ ഈ ആലോള് പറയുന്നു. അതുപോലെ തന്നെ മാഷ് എന്ന് പറയുന്നത് ഒരുപാട് ഇരിക്കുന്ന കായിക താരങ്ങളെ ഈ വിദ്യാഭ്യാസം നൽകിയ നിലയിൽ ഒരുപാട് മികച്ച ലെവലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പേരെടുത്ത് പറയാനുണ്ടെങ്കിൽ ഒരുപാട് കായിക താരങ്ങളുണ്ട് പേരെടുത്ത് പറയാൻ. അപ്പോൾ അവരേനെ ഒന്നും ഈ വേദിയിൽ പേരെടുത്ത് പറയുന്നില്ല. എന്നാലും ഔപചാരികയുടെ പേരിൽ മാത്രം ഹനീഫ മാഷിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ വേദിയിലേക്ക് വന്ന നമ്മൾ ഓരോരുത്തരെയും മറ്റു പ്രമുഖ വ്യക്തികളെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. കാരണം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ഒരുപാട് നേതാക്കളെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വേദിയെ ധന്യമാക്കാൻ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ എരുമപ്പെട്ടിയുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ ഗോൾ കീപ്പർ കോച്ച് ഹമീദ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹമീദ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സഞ്ജയ് ES. കായികജാല 2024 അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി കായികജാല ചെയർമാനായ ഷിജുവെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ഹനീഫ മാഷ്, ഈ കായികജ്വാല 2024 ഉദ്ഘാടനം എത്തിച്ച സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ സാർ, പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തലാൽ ടേട്ടൻ തുടങ്ങിയ ജനപ്രതിനിധികൾ, എൻ്റെ പ്രിയപ്പെട്ട കായികാധ്യാപകർ, വേദിയിൽ സന്നദ്ധരായിട്ടുള്ള കായിക താരങ്ങൾ, സദസ്സിൽ സന്നദ്ധമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അധ്യാപകർ, ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തരത്തിലുള്ളൊരു പരിപാടി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ ഭാഗത്തു നിന്നും നല്ല ഒരു റെസ്പോണ്ടാണ് നമുക്ക് ലഭിച്ചത്. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ പരിപാടി പ്ലാൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ആദ്യത്തെ പ്രതിസന്ധി 27 വർഷത്തെ കാലയളവിൽ എല്ലാവരെയും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ആദ്യമായ ഒരു കായിക വിദ്യാർത്ഥികളുടെ അലുമിനി എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നപ്പോൾ അതിൻ്റേതായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലേക്കൊരു പരിപാടി സംഘടിപ്പിച്ച് തുടങ്ങിയത്. അതിൻ്റേതായ നേട്ടങ്ങളും കുറവുകളുമെല്ലാം ഞങ്ങളെ ഈ പരിപാടിക്കകത്ത് നേരിട്ടിട്ടുണ്ട്. എങ്കിലും ഏറെക്കുറെ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കിടയിലേക്കും ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഈ പരിപാടി ഈ സ്റ്റേജിലിരുന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ സാറിൻ്റെ വിദ്യാർത്ഥികളായിട്ടുള്ള നിരവധി ഞങ്ങളുടെ സുഹൃത്തുക്കൾ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും ഇരുന്ന് തത്സമയം വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. അതുപോലെ തന്നെ ഹനീഫ മാഷിൻ്റെ ഈ ആദരവിൻ്റെ പ്രോഗ്രാം
2024 കായികജ്വാല എന്ന പരിപാടിയുമായിട്ട് ഞങ്ങൾ സമീപിച്ച വേദിയിലിരിക്കുന്ന മുഴുവൻ പേരും വളരെ ആവേശത്തോടു കൂടി, വളരെ താല്പര്യത്തോടു കൂടി ഞങ്ങൾക്കൊപ്പം വരികയാണ് ഉണ്ടായത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ കായിക ജ്വാല എന്ന് പറയുന്ന ഈ സംഘടന, ഈ ഒരു അലുമിനി ഗ്രൂപ്പ് ഈ സ്കൂളിൻ്റെ കായിക വികസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കും എപ്പോഴും എന്ന് ഞങ്ങൾ ഉറപ്പു തരികയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ സ്കൂളിൻ്റെ അധികൃതരായിട്ടുള്ള നിരവധി പേര് ഈ സ്റ്റേജിലുണ്ട്. ഈ കായിക മേഖലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെയും കൂടി അറിയിക്കണമെന്ന് ഞങ്ങളൊന്ന് അപേക്ഷിക്കുകയാണ്. ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന, ഞങ്ങളെക്കൊണ്ട് സാമ്പത്തികമായാലും ശാരീരികമായാലും മാനസികമായിട്ടുള്ള എല്ലാ രീതിയിലും ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന ഈ സ്കൂളിൻ്റെ കായിക വികസനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തുടർന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ ഈ വേദിയിൽ വെച്ചിട്ട് പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ കായികജ്വാല 2024 എന്ന പ്രോഗ്രാമിനെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, എൻ്റെ സുഹൃത്തു കൂടിയായ ബസന്തലാൽ, ഇവിടെ പഠിച്ച് കളിച്ച് കായികതാരമായ കോച്ചായ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസിലെ ജോലിക്കാരനായ എൻ്റെ സുഹൃത്ത് ഹമീദ്, അതിനെല്ലാം ഉപരി ഇന്നിവിടെ ആദരം ഏറ്റുവാങ്ങുന്ന അനീഫ മാഷ്, മറ്റു വേദിയിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, അനീഫ മാഷ് ഈ ആദരം അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയത്തിനപ്പുറം ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ. ഭാവിയിൽ ഈ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെയൊക്കെ കായിക താരങ്ങളെ കണ്ടെത്തി അവരെ വളർത്തി വലിയ രീതിയിൽ ഉയരത്തിലേക്ക് എത്തിക്കാനുള്ള പരിശീലനത്തിൻ്റെ ആദ്യപടിയായിട്ടാണ് ഞാൻ ഈ ആദരത്തെ കാണുന്നത്. അദ്ദേഹം ഒരു ഈവൻറ്റിൽ മാത്രമല്ല, പല ഈവൻറ്റിലും കുട്ടികൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന അത്ലറ്റിക്സോ ഫുട്ബോളോ അല്ലെങ്കിൽ മറ്റ് മേജർ ഗെയിമുകളല്ലാതെ കുട്ടികൾക്ക് രക്ഷപ്പെടാനും ജോലി നേടാനും കഴിയുന്ന ഒട്ടനവധി ഈവൻറ്റുകൾ ഈ സ്കൂളിൽ എടുത്ത് അത് വിജയിപ്പിച്ച് കാണിച്ചു തന്ന ആളാണ് അനീഫ മാഷ്. ഒരു ചെറിയ ഉദാഹരണം, ഇവിടെ ജൂഡോ അധിക കാലമായിട്ടില്ല ജൂഡോ ഇവിടെ പ്രാക്ടീസ് തുടങ്ങിയിട്ട്, പക്ഷേ ചെറിയ സമയം കൊണ്ട് സ്കൂളിനെ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പല കായിക താരങ്ങളെയും നിരന്തരമായ പരിശീലനത്തിലൂടെ അവരെ ഉന്നതിയിലെത്തിക്കാനുള്ള പ്രവർത്തനത്തിൽ കർമ്മനിരതനായിട്ടുള്ള അദ്ദേഹമാണ് എൻ്റെ സുഹൃത്തു കൂടിയായ അനീഫ മാഷ്. അനീഫ മാഷ് എല്ലാ കുട്ടികളെയും തിരഞ്ഞെടുത്ത്, അത് ഒരു തിരഞ്ഞെടുക്കുമ്പോൾ ഇന്നാൾ അത്ലറ്റാവോ അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയറാവോ മറ്റ് കായിക താരമാവോ എന്നല്ല, അവരുടെ കായിക ശേഷിയെ എക്സസൈസിലൂടെ നിരീക്ഷിച്ച് കണ്ടെത്തി അവരെ ഇന്ന ഈവൻറ്റിലേക്ക് തിരിച്ചുവിടുക. അതാണ് ഒരു അധ്യാപകൻ്റെ, കായിക അധ്യാപകൻ്റെ പ്രത്യേക കഴിവ് എന്ന് വെച്ചാൽ അവരെ നിരീക്ഷിച്ച് അവരേത് ഇവൻറ്റിലേക്കാണ് കൊണ്ടുപോകാൻ കഴിയുക, അവരേതിൽ ഇവൻറ്റിലാണ് ശോഭിക്കുക എന്ന രീതി കണ്ടുപിടിക്കലാണ് കായിക അധ്യാപകൻ്റെ. അന്ന് കണ്ടുപിടിച്ച് ആ ഇവൻറ്റിലേക്ക് മാറ്റി അതിൽ മികച്ച വിജയം നേടിയെടുക്കാൻ കഴിയുക, അതൊക്കെയാണ് ഒരു അധ്യാപകൻ്റെ കഴിവ്. അത് അനീഫ് മാഷ് ഇവിടെ ഇത്രയും വർഷമായി കണ്ടുപോരുന്നതാണ്. മാഷെ സംബന്ധിച്ച് ഒരു കുട്ടിയെ ഇൻ്റർനാഷണൽ ആക്കുക എന്നുള്ളതല്ല, അതിനുപരി ഒരു കുട്ടിയുടെ നല്ല ശരീരം, നല്ല മനസ്സ്, നല്ല ആരോഗ്യം, അസുഖമില്ലാത്തൊരു ശരീരം, ഇതൊക്കെ വാർത്തെടുക്കുക, അതോടൊപ്പം തന്നെ നല്ലൊരു പൗരനാക്കി വളർത്തുക, അതാണ് ഏതൊരു കായിക അധ്യാപകനും ചെയ്യുക. അല്ലെങ്കിൽ ഓടി വന്നപ്പോൾ തന്നെ ഒരു പ്രൈസിന് വേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒന്നാം സ്ഥാനം കിട്ടാൻ വേണ്ടി വരിക, അതല്ല. കുട്ടികളെ അവരുടെ ആദ്യപടി എന്നത് അവരുടെ ശരീരം സംരക്ഷിക്കലും അവരുടെ ഫിസിക്കൽ
ഫിറ്റ്നസ് ഉണ്ടാക്കലൊക്കെയാണ്. അത് കൃത്യമായിട്ട് ഹനീഫ് മാഷ് നിർവഹിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ ഒരു സ്കൂളിൽ അധികം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിൽ അധികം പിള്ളേരൊന്നുമില്ല. പക്ഷേ ഞങ്ങളൊരു കുറച്ച് ഈവൻറ്റുകൾ അവിടെ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ആ സ്കൂൾ ഫുള്ളായി. അതിന് ഉപരിയായിട്ട് ഡിവിഷനുകൾ കൂട്ടേണ്ടി വന്നു. ഈ സ്പോർട്സ് കൊണ്ടുവന്നാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മളെ കോവിഡിന് ശേഷമാണ് പെൺകുട്ടികൾ, നമ്മൾ ഫുട്ബോളൊക്കെ വനിതകളുടെ ഫുട്ബോൾ സെലക്ഷന് വേണ്ടി അവിടെ നിന്ന് ഓടിച്ചിട്ട് പിടിച്ചൊരു 20 പേരെ സെലക്ട് ചെയ്യലാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യമൊക്കെ ഒരു ജൂനിയർ സെലക്ഷൻ വെച്ചപ്പോൾ 200-300 പേരാണ് പെൺകുട്ടികൾ വന്നത്. അപ്പോൾ അത്തരത്തിൽ സ്പോർട്സ് നല്ല രീതിയിൽ തൃശ്ശൂർ ജില്ലയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഏത് ഈവൻ്റ് എടുത്താലും അതിലൊക്കെ 1, 2, 3 സ്ഥാനങ്ങൾ തൃശ്ശൂർ ഈ അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് കാണാൻ കഴിഞ്ഞു. അതൊക്കെ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടികൾ ആണ് അത്തരത്തിൽ വരുന്നത്. ഇവിടെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ ശോഭിച്ച ഒരുപാട് കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിച്ച ഹനീഫ മാഷക്ക് ഇനിയും ഇപ്പോൾ അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന പണികൾ ആരംഭിച്ചിട്ടുള്ളത് പൂർത്തീകരിച്ചിട്ടില്ല. ഗ്രൗണ്ടിൻ്റെ ആ ഗ്രൗണ്ടിലൊക്കെ നല്ല ട്രാക്കും ജമ്പിങ് ബിറ്റൊക്കെ വന്ന് അതിൽ പരിശീലിപ്പിച്ച് നല്ല കായിക താരങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയട്ടെ. അതിന് നാട്ടുകാരുടെയും മറ്റിവിടെ കൂടിയിട്ടുള്ള മുഴുവൻ പേരുടെയും ഹെൽപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത്തരത്തിൽ ഈ സ്കൂളിനെയും ഈ പ്രദേശത്തെയും ഇന്ത്യ ഭൂപടത്തിൽ, കായിക ഭൂപടത്തിലൊരു നല്ല അടയാളമാക്കി മാറ്റാൻ മാഷിനും മറ്റിവിടുത്തെ മുഴുവൻ ആളുകൾക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ കായികജ്വാല മാഷെ ആദരിക്കൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്. നന്ദി സർ. അടുത്തത് ഈ പരിപാടിയുടെ ഏറ്റവും പ്രൗഢഗംഭീരമായ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. സ്നേഹാദരം. പ്രിയമുള്ളവരെ, ബഹുമാന്യനായ മുഹമ്മദ് ഹനീഫ മാസ്റ്റർക്ക് സ്നേഹാദരം കൊടുക്കുന്ന ചടങ്ങാണ്. മാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, എരുമപ്പെട്ടി ചോമയിൽ കച്ചവടക്കാരനായ അബ്ദുൾ ഖാദറിൻ്റെയും ആമിനുടെയും 6 മക്കളിൽ 5ാമത്തെ മകനായി 1968 മെയ് 1-ാം തീയതി ബഹുമാന്യനായ മുഹമ്മദ് ഹനീഫ മാസ്റ്റർ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം എരുമപ്പെട്ടിയിൽ തന്നെയായിരുന്നു. എരുമപ്പെട്ടി സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് 10 വരെ പഠനം പൂർത്തീകരിച്ച ശേഷം അദ്ദേഹം തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പാസ്സായി. മലമ്പുഴ ITയിൽ നിന്ന് ടെക്നിക്കൽ ഡിപ്ലോമയും നേടി. പിന്നീട് കായിക വിദ്യാഭ്യാസത്തിൽ അധ്യാപനത്തിലുള്ള യോഗ്യത നേടിയ ശേഷം അദ്ദേഹം ICA വടക്കേക്കാട് സ്കൂളിൽ കായിക അധ്യാപകനായി സേവനം ആരംഭിച്ചു. 1997 PSC മുഖാന്തരം സർക്കാർ സർവീസിൽ GHS എരുമപ്പെട്ടിയിൽ കായിക അധ്യാപകനായി സേവനം ആരംഭിച്ചു. ശേഷം ഇങ്ങോട്ട് നീണ്ട 27 വർഷക്കാലം എരുമപ്പെട്ടി സ്കൂളിനെയും നാടിനെയും കായിക സ്പന്ദനമായി അദ്ദേഹം തുടരുന്നു. എരുമപ്പെട്ടി സ്കൂളിനെ സംസ്ഥാന ദേശീയ കായിക ഭൂപടത്തിൽ ഒരിടം ലഭിക്കാൻ അമരത്തുനിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് ബഹുമാനിയായ മുഹമ്മദ് ഹനീഫ മാസ്റ്റർ. പ്രിയ ഹനീഫ മാസ്റ്റർക്ക് കായിക ജ്വാല എന്ന പരിപാടി സംഘടിപ്പിച്ച് പുരസ്കാരം നൽകി ഈ കാലയളവിൽ മാഷിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് കായിക മേഖലയിൽ വിദ്യാർത്ഥികളുടെ സ്നേഹവും ആദരവും ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കട്ടെ. സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനിയായ മുഹമ്മദ് ഹനീഫ മാസ്റ്ററെയും സ്നേഹാദരം നൽകുന്നതിനായി പ്രസിഡന്റ് എരുമപ്പെട്ടി പഞ്ചായത്ത് ബസന്ത്ലാൽ സാറിനെയും സാദരം ക്ഷണിക്കുന്നു. കായികജാല 2024 അതിമനോഹരമായ 27 വർഷം നീണ്ടുനിന്ന കായികാധ്യാപനത്തിൻ്റെ ശിഷ്യന്മാരുടെ സ്നേഹം ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മാഷിനെ പൊന്നാട അണിയിക്കുന്നു.
രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തുലാൽ അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്ഘാടകൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ ഏറ്റവും പ്രിയപ്പെട്ട സാമ്പേട്ടൻ, ഇന്നത്തെ വിശിഷ്ടാതിഥി, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എരുമപ്പെട്ടിക്ക് ഒരുപാട് കായിക താരങ്ങളെ സംഭാവന ചെയ്ത അനീഫ മാഷ്, അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂര്, പ്രിയപ്പെട്ട ഹമീദ് ക, ഹെൻറി മാഷ്, ഫ്രാങ്കോ മാഷ്, ചങ്ങരൂട്ടി മാഷ് ഉൾപ്പെടെ ടീച്ചർ, PTA പ്രസിഡന്റ് ഹേമ, അതുപോലെ എരുമപ്പെട്ടി സ്കൂൾ അനീഫ മാഷയുടെ ശിക്ഷണം സ്വീകരിച്ച് ഇന്ന് കായിക മേഖലയിൽ വ്യത്യസ്ത തലങ്ങളിൽ എത്തിച്ചേർന്ന നിരവധിയായ കായികാധ്യാപകർ ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ, പ്രിയമുള്ളവർ, തീർച്ചയായും ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കായിക മേഖലയ്ക്ക് ഇനിയും ഒരുപാട് സംഭാവന ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഗ്രാമപഞ്ചായത്തും കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന നിരവധിയായ പദ്ധതികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സംസ്ഥാന സ്പോർട്സ് സബ്മിറ്റിൽ ഉൾപ്പെടെ നിരവധിയായ പ്രപ്പോസലുകൾ നമ്മൾ സമർപ്പിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എരുമപ്പെട്ടിയുടെ കായിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഭാവിയിലും എരുമപ്പെട്ടിയുടെ കായിക വളർച്ചയ്ക്ക് വേണ്ടി എരുമപ്പെട്ടിയിലെ കായികാധ്യാപകരെല്ലാം അക്കാര്യത്തിലൊരു നൂലിൽ കോർത്ത മണികളെ പോലെ കൂട്ടായി നിൽക്കുന്ന ചിത്രമാണ് നാം കാണുന്നത്. അതിനോടൊപ്പം കായിക താരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ആ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ ഇവിടെ സാമ്പേട്ടൻ സൂചിപ്പിച്ചതുപോലെ ജൂഡോ പോലെയുള്ള മത്സരങ്ങളിൽ വരെ വിജയിക്കാൻ കഴിയുന്ന ശാരീരികവും മാനസികവുമായ ബോഡി ഫിറ്റ്നസ്സുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കായിക മേഖലയ്ക്ക് മാത്രമാണ് കഴിയുക. ആധുനിക മനഃശാസ്ത്രം തന്നെ ഇന്ന് ലോകത്ത് വെളിപ്പെടുത്തുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു തലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കായിക മേഖലയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ പോലൊരു സംസ്ഥാനത്തിനകത്ത് ചെറുപ്പക്കാരെ നേർവഴിക്ക് നടത്താൻ കഴിയുന്ന മേഖലയായി കായിക മേഖലയെ അനീഫ മാഷ് ഉൾപ്പെടെയുള്ള കായിക താരങ്ങളുടെ അനുഭവങ്ങളെ പ്രയോജനപ്പെടുത്തി പുതിയ തലമുറയ്ക്ക് കരുത്തു പകരാനാകണം. അതിന് ഈ സ്നേഹജ്വാലയുടെ സംഘാടകരുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാഷയുടെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. നമ്മുടെ നാട്ടിലെ കായിക അധ്യാപന ജീവിതത്തിൽ നിന്ന് റിട്ടയേർഡായ ആളുകൾക്കുള്ള ഉപഹാര സമർപ്പണമാണ് അടുത്തത് വേദിയിൽ നടക്കാൻ പോകുന്നത്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ജലീൽ ആദ് അവറുകളെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി എരുമപ്പെട്ടി കലാലയത്തിൽ 15 വർഷത്തോളം കായിക അധ്യാപക സേവനം അനുഷ്ഠിച്ചു വന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഹെൻറി മാഷ് അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ഫ്രാൻസിസ് മാഷിനെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരിയായ പങ്കജ ടീച്ചർക്കുള്ള ആദരവാണ് അടുത്തത്.
നമ്മൾ ഇന്ന് ഈ വേദിയിൽ ആദരിക്കപ്പെടേണ്ട ഒരു മഹത്വം കൂടി ഉണ്ടായിരുന്നു. OC നാരായണൻ മാസ്റ്റർ അവറുകൾ ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഇന്ന് ഈ വേദിയിൽ എത്താൻ പറ്റിയിട്ടില്ല. അടുത്തതായി വേദിയിൽ ചേച്ചിമാരെ ആദരിക്കലാണ്. ഒരുപാട് വർഷക്കാലം ഇവിടുത്തെ കായിക വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിളമ്പിയ ഒരുപാട് ആദരവോടെ നാം നോക്കിക്കാണുന്ന 2 ചേച്ചിമാർക്കുള്ള ആദരവാണ് ഇപ്പോൾ വേദിയിൽ നടക്കുന്നത്. അതിനായി 37 വർഷത്തോളം കായിക മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് അന്നമൂട്ടിയ 2 ചേച്ചിമാരെയും വേദിയിലേക്ക് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. അവർക്കുള്ള ആദരവ് നൽകുന്നതിന് വേണ്ടി പൂർവ്വ കായിക വിദ്യാർത്ഥികളായ കൃഷ്ണനെയും അൻസാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഈ സദസ്സിനെ ഇമ്പമാർന്ന ഒരു ഈണം പകരുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ പങ്കജ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. അനീഫ മാഷെക്കുറിച്ച് 2 വാക്ക് പറയാം. ഞാൻ മാഷെ കാണുന്നത് തന്നെ കുട്ടികൾക്ക് ഏത് തരത്തിലെ സമ്മാനം വാങ്ങിക്കൊടുക്കാം, എന്തും ചെയ്യും മാഷ് അതിനുവേണ്ടി. അത്തരത്തിലുള്ളൊരു മനസ്സുള്ളൊരു മാഷ് സ്കൂളിന് വേണ്ടി 27 കൊല്ലം വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ച കുട്ടികളും ജോലി കിട്ടിയ ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. ഞാൻ 2 വർഷക്കാലം ഇവിടെ വർക്ക് ചെയ്തതാണ് മാഷെ കൂടെ. എന്നാലും ഒരു കായിക അധ്യാപകന് വേണ്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും എങ്ങനെ കുട്ടികളെ ഉന്നതിയിലേക്ക് എത്തണം എന്നുള്ള പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത്തരത്തിൽ വേണം നമ്മളും മറ്റുള്ള ഇനി വരുന്ന കായിക അധ്യാപകരും ഉന്നതിയിലേക്ക് കുട്ടികളെത്തിക്കാനായിട്ടുള്ള പരിശ്രമം ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. മാഷ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനിയും മാഷ് തൊട്ടടുത്താണ് സ്കൂളിൻ്റെ, അതുകൊണ്ട് ഇനിയും കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും ഉന്നതിയിലേക്ക് എത്തിക്കാനും മാഷ് കഴിവുണ്ട്. വളരെ ചെറുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി ആരോഗ്യം ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ്ക്ക് വേണ്ടി ചെറിയൊരു പാട്ട് പാടാം. എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ല എങ്കിൽ. എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ല എങ്കിൽ. വാസന്ത പുഷ്പങ്ങളിൽ വണ്ടുകൾ മയങ്ങുമ്പോൾ വാസര സ്വപ്നമൊന്നിൽ മുഴുകിപ്പോയി ഞാൻ. വാസന്ത പുഷ്പങ്ങളിൽ വണ്ടുകൾ മയങ്ങുമ്പോൾ വാസര സ്വപ്നമൊന്നിൽ മുഴുകിപ്പോയി ഞാൻ. വാസന തൈലം പൂശി വാർമുടി കോതി വയ്ക്കാൻ വാലിട്ടു കണ്ണെഴുതാൻ മറന്നുപോയി ഞാൻ. വാസന തൈലം പൂശി വാർമുടി കോതി വയ്ക്കാൻ വാലിട്ടു കണ്ണെഴുതാൻ മറന്നുപോയി ഞാൻ. ആഹാ മറന്നുപോയി ഞാൻ. എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ല എങ്കിൽ. 1000 ഉഷസ്സുകൾ ഒന്നിച്ചുദിച്ചു നിൽക്കും ആ മുഖമരികിൽ ഞാനെന്നു കാണും. 1000 ഉഷസ്സുകൾ ഒന്നിച്ചുദിച്ചു നിൽക്കും ആ മുഖമരികിൽ ഞാനെന്നു കാണും. താഴെ തൊഴുതു നിൽക്കും താമരപ്പൂവാണു ഞാൻ, താലോലിച്ചെന്നെ നാഥൻ തഴുകുകില്ലേ. താഴെ തൊഴുതു നിൽക്കും താമരപ്പൂവാണു ഞാൻ, താലോലിച്ചെന്നെ നാഥൻ
തഴുകുകില്ലേ, നാഥൻ തഴുകുകില്ലേ. എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ല എങ്കിൽ. എന്തിനീ ചിലങ്കകൾ. താങ്ക് യു. താങ്ക് യു ടീച്ചർ. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും മഹത്തായ ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, കലാകായിക പ്രേമികളെ, എനിക്ക് മുമ്പ് സംസാരിച്ച പങ്കജൻ ടീച്ചർ സത്യത്തിൽ കായിക അധ്യാപിക മാത്രമല്ല, അവരൊരു പാട്ട് ടീച്ചർ കൂടി ആവേണ്ട ആളായിരുന്നു. നല്ല സ്വരമായിരുന്നു, നന്നായി അവർ പാടി എന്നുള്ളതാണ്. നമുക്കിങ്ങനെ പല വേദികളിലും നമ്മൾ പങ്കെടുക്കാറുണ്ടെങ്കിലും ഞാൻ ആദ്യമായാണ് ഒരു കായിക അധ്യാപകൻ്റെ വിരമിക്കലിൽ നാട് ഇത്രയും മനോഹരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്നും നാദസ്വര മേളത്തിൻ്റെയും കാവടിയാട്ടത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് നമ്മുടെ ഈ സ്റ്റേജിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഹനീഫ മാഷ് ആനയിച്ച് കൊണ്ടുവന്നത്. ഇങ്ങനെ സംഘടിപ്പിച്ച ഈ കായിക ജ്വാല സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ കായിക താരങ്ങളെ ഞാൻ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, എരുമപ്പെട്ടി ഗവൺമെൻറ് ഹൈസ്കൂൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ഒരു വിദ്യാലയമാണ്. 3000-ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. പക്ഷേ ഈ വിദ്യാലയത്തിൽ നിന്ന് ഹനീഫ മാഷ് വിരമിച്ചു പോകുന്നത് ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് ഒരു തീരാ നഷ്ടമാണ് എന്ന് പറയുന്നതിൽ നമുക്കൊരു പിശുക്കും കാണിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയും ആത്മാർത്ഥമായ പ്രവർത്തനമാണ് കായികാധ്യാപനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ വലിയൊരു ഡിസിപ്ലിൻ കാഴ്ചവെക്കുന്നതിനൊക്കെ ഹനീഫ മാഷ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇതിനു മുമ്പ് ഉള്ള കായികാധ്യാപകരും നമുക്കറിയാം, ഇവിടെ ആദരിക്കപ്പെട്ട ഹെൻറി മാഷ്, ശങ്കരൻകുട്ടി മാഷ്, ഫ്രാങ്കോ മാഷ് തുടങ്ങിയ ഒട്ടനവധി കായികാധ്യാപകർ ഈ വിദ്യാലയത്തിലൂടെ കടന്നു വന്നവരാണ്. ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ നമുക്കറിയാം, എരുമപ്പെട്ടി വിദ്യാലയത്തിൽ വളരെ നല്ല രൂപത്തിൽ തന്നെ ഒട്ടനവധി ദേശീയ മത്സരങ്ങളിലൊക്കെ ഇപ്പോൾ ഹനീഫ മാഷൊക്കെ നേതൃത്വത്തിൽ ജംഷീല ഉൾപ്പെടെയുള്ള ഒട്ടനവധി താരങ്ങൾ സ്വർണ്ണ മെഡലൊക്കെ കരസ്ഥമാക്കി വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം. ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് കായിക അധ്യാപകരോട് വലിയ സ്നേഹമാണുള്ളത്. നമുക്കറിയാം, മാഷ് ഹനീഫ മാഷ് സംബന്ധിച്ച് കുട്ടികൾക്ക് നല്ല പേടിയുണ്ട്, പക്ഷേ മാഷോട് വലിയ സ്നേഹവുമുണ്ട്. കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് നമുക്ക് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അറിയാം. പക്ഷേ മാഷ് വടിയെടുത്താൽ സത്യത്തിൽ ആർക്കും ഒരു പരാതിയില്ലാത്ത ഒരു സ്ഥലമാണ് എരുമപ്പെട്ടി. കാരണം മാഷ് വടിയെടുത്ത് ഏതെങ്കിലും കുട്ടിയെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ ഇന്ന് മാഷയുടെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. കാരണം അവർ പിൽക്കാലത്ത് മാഷ് കാണിച്ചു തന്ന, നല്ല മനുഷ്യനാകാൻ കാണിച്ചു തന്ന ആ മാതൃകയാണ് കുട്ടികൾക്ക് പലർക്കും, ഇപ്പോഴുള്ള പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇടവന്നത്. മാഷോട് ഒരു തരി പോലും കുട്ടികൾക്ക് ദേഷ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സ്നേഹമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികളായ കായിക രംഗത്തുള്ളവർക്ക് മാത്രമല്ല, അല്ലാതെ പോയ കുട്ടികൾക്കും മാഷെ വലിയ ഭയവും അതുപോലെ തന്നെ ബഹുമാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈ വിദ്യാലയത്തിൽ നിന്ന് ഹനീഫ മാഷക്ക് കഴിഞ്ഞിട്ടുണ്ട്. 27 വർഷം മുമ്പാണ് അദ്ദേഹം ഈ വിദ്യാലയത്തിലെത്തുന്നത്. അതിന് 2 വർഷം മുമ്പ്, ഏതാണ്ട് ഒരു 29 വർഷം മുമ്പ് ഞാൻ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിരുന്നു. അന്ന് എൻ്റെ പ്രായം 21 വയസ്സാണ്. ആ സമയത്ത് പല കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ ഹനീഫ മാഷയെയും ഹെൻറി മാഷയെയും ഒക്കെ സമീപിച്ചിരുന്നു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ അക്കാലത്ത് ഒരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഹനീഫ മാഷും ഹെൻറി മാഷും ഒക്കെ തന്നെയാണ് നമ്മുടെ പീതാംബരൻ മാഷെ ഒന്ന് പോയി കാണാൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോവുകയും അവിടെ ഒരു അപേക്ഷ കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 3 തവണ സന്തോഷ് ട്രോഫി കിരീടം കേരളത്തിന് സമ്മാനിച്ച എം പീതാംബരൻ മാഷ് ഇവിടെ വന്ന്
കടങ്ങോട് പഞ്ചായത്ത് പ്രദേശത്ത് ഒട്ടനവധി കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് കൊടുക്കുകയുണ്ടായി. അതിലൊരു വിദ്യാർത്ഥിയാണ് ജലീൽ അന്ന് വളരെ ചെറിയ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇന്ന് അദ്ദേഹം മാഷാണ്. അങ്ങനെ വളർന്നു വന്ന ഒരുപാട് കായിക താരങ്ങളെ വളർത്തുന്നതിൽ എരുമപ്പെട്ടി വഹിച്ച പങ്ക് വലുതാണ്. അങ്ങനെ തീർച്ചയായും എരുമപ്പെട്ടിക്ക് അദ്ദേഹം ഹനീഫ മാഷ് നൽകിയ സംഭാവന വളരെ വലുതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഈ രംഗത്തുനിന്ന് വിരമിച്ചാലും ഇപ്പോഴും അദ്ദേഹം നല്ല പോസിറ്റീവ് എനർജിയുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ് ഇപ്പോഴും ഹനീഫ മാഷ് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. തീർച്ചയായും അദ്ദേഹത്തെ ഞങ്ങൾ വീണ്ടും ഈ വിദ്യാലയവും ഈ നാട്ടുകാരും ഈ കായിക രംഗത്ത് സ്നേഹിക്കുന്ന എല്ലാവരും വീണ്ടും അദ്ദേഹത്തെ ഉപയോഗിക്കുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് മെമ്പർ സുധീഷ് പറമ്പിൽ അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കായിക ജ്വാലയുടെ ഉദ്ഘാടനമായിട്ടുള്ള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ സാറ്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത്ലാൽ അവർ, ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള ഷിജു, നമുക്കേറെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ, ഹമീദ് ക, ജോസേട്ടൻ, മറ്റ് വേദിയിലുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഇന്നത്തെ നമ്മുടെ മിന്നും താരമായിട്ടുള്ള പ്രിയപ്പെട്ട അനീഫ് മാഷ് ഉൾപ്പെടെ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നവരും ഈ പ്രദേശത്തിൻ്റെ കായിക മേഖലയിൽ നിന്നും പുറത്തു നിന്നും അകത്തു നിന്നും വിദ്യാർത്ഥികൾക്കൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തായാലും സാധാരണ തരത്തിലൊരു പരിപാടി നമ്മുടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷ പ്രാസംഗികനും പറഞ്ഞ ഒരു ഗേദം ഞാനൊന്ന് തിരുത്തിക്കൊണ്ട് തുടങ്ങുകയാണ്. അവർ പറഞ്ഞത് ഇവിടെ ഞങ്ങൾ പെട്ടെന്ന് 9-ാം തീയതി പെട്ടെന്ന് തുടങ്ങിയപ്പോൾ ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അവരത് ഖേദത്തോടെ പറഞ്ഞെങ്കിൽ ഞാനത് സ്നേഹത്തോടെ തിരുത്തുകയാണ്. ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഒരു ഉന്നതമായ ഒരു പ്രോഗ്രാമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എരുമപ്പെട്ടി സ്കൂളിൽ തന്നെ വിരമിച്ചു പോകുന്ന ഒരു അധ്യാപകന് വേണ്ടി ഇതേ സ്കൂളിൽ തന്നെ പഠിച്ച വിദ്യാർത്ഥികൾ, ഏകദേശം 27 വർഷം മുൻപ് പഠിച്ച വിദ്യാർത്ഥികൾ തുടങ്ങി ഇന്നും പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു ആദരവ് സംഘടിപ്പിക്കുന്നത്. ഒരു അധ്യാപക ജീവിതത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ദിനമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ മാഷെ നോക്കുമ്പോൾ മാഷൊന്ന് ചെറുതായിട്ട് തല കുമ്പിട്ടിരിക്കുന്നുണ്ട്, എന്തോ വിഷമമുള്ള പോലെ. അത് ഈ ആദരവ് കൂടുതൽ നമ്മൾ കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആത്മകഥ ആയിരിക്കാം ആ ഒരു ശാന്തത എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരുപക്ഷെ മാഷിക്ക് ഒരുപക്ഷെ നാഷണലിൽ നമ്മുടെ കൃഷ്ണനെയും വസന്തനെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നേട്ടം കിട്ടിയപ്പോൾ എരുമപ്പെട്ടി അന്ന് എല്ലാ ആളുകളെയും ആദരിച്ചപ്പോഴൊക്കെ മാഷ് നന്നായിട്ട് സന്തോഷിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഇപ്പോൾ ജംഷീൽ അടക്കമുള്ള കുട്ടികൾക്ക് കിട്ടിയപ്പോഴും മാഷ് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവും. അന്ന് ആ സന്തോഷത്തേക്കാളൊക്കെ ഒരുപാട് സന്തോഷത്തിലായിരിക്കും ഇന്ന് മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ടാവുക. അതിൻ്റെ കാരണം ഈ സംഘടിപ്പിച്ച കായിക ജാലയുടെ സംഘാടകർക്കുള്ളതാണെന്ന് ഞാൻ അഭിനന്ദനത്തോടു കൂടിയിട്ട് അവരറിയിക്കുകയാണ്. മാഷിയെ സംബന്ധിച്ച് ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഓരോ ആളുകളെക്കാളും ഏറ്റവും കൂടുതൽ പറയാനായിട്ട് പ്രാപ്തനായ ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ, ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ എരുമപ്പെട്ടി സ്കൂളിൽ പഠിച്ച് അവരത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും. പക്ഷേ 27 വർഷം മുൻപ് മുതൽ ഒരു 7 മണി നേരത്തെ ഞാൻ തോന്നുന്നുണ്ട്, സഞ്ജയൊക്കെ പറയണ പോലെ ഒരു 7 മണി നേരത്തെ ആ ഗ്രൗണ്ടിലേക്ക് രാവിലെ വരും. അത് കഴിഞ്ഞ് ഒരു 9:30 ഒക്കെ ആകുമ്പോൾ മാഷ് പോവും. ഒരു 4 മണിക്ക് ശേഷം വീണ്ടും വരും. ഒരു 6:30 ആകുമ്പോൾ മാഷ് പോവും. അങ്ങനെ ഏകദേശം ഒരു 27 വർഷം ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് വരുന്നതിൽ കൊറോണയുടെ സമയത്ത് കുറച്ച് ദിവസവും അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് വയ്യാതെയായിട്ടുള്ള സമയം മാത്രമായിരിക്കും മാഷ് ആ ഗ്രൗണ്ടിലേക്ക് വരാതിരുന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള വീട് എന്നുള്ള രീതിയിലും ഞാൻ കടന്നു പോകുന്നത് ആ വഴിയിലൂടെ ആയ കാരണം കൊണ്ട് മാഷ് നിരന്തരം ആ ഗ്രൗണ്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യിക്കുന്നത് നേരിട്ട് കാണാൻ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മാഷയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനും എനിക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ അഭിമാനത്തോടെ ഇവിടെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ നേരത്തെ ജലീൽക്ക് പറഞ്ഞു വടിയെടുത്തടിച്ച കുട്ടികളൊക്കെ എന്ന് കൂട്ടുകാരായി എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, ഇവിടെ ഇത് സംഘടിപ്പിച്ച മുഴുവൻ ആളുകളും മാഷെ പ്രാവിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്ത് പെടപെടയ്ക്കാന്നറിയാം. നമ്മൾ ഗ്രൗണ്ടിലൊക്കെ പന്ത് കളി നടന്ന് മറ്റുള്ള ടീമിനായിട്ട് മല്ലടിച്ച് ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ഈ മല്ലടിച്ച് കഴിഞ്ഞ് വിശർത്ത് ഇങ്ങനെ നട്ടുച്ച നേരത്തെ കളി ഉണ്ടാവുക. ആ സൈഡിലേക്ക് ഇങ്ങോട്ട് വിളിച്ച് വരുത്തും. കളി നടക്കണുണ്ടാവും. ഇവരെ വിളിച്ച്
ഒരു ഫിസിലിൻ്റെ ഇതുകൊണ്ട് അടിക്കും, അത്യാവശ്യത്തിന് കൈകൊണ്ട് അടിക്കും, അത്യാവശ്യത്തിന് ചീത്തയും പറയും. ചീത്ത എന്താ പറയാന്നൊക്കെ അവർക്ക് അറിയുണ്ടാവും. പക്ഷേ ആ ആളുകൾ, ഈ ഷിജു അടക്കമുള്ള ആളുകൾ, ഈ ഷിജു വസന്തൻ അടക്കമുള്ള ആളുകൾ അവരുടെ ഉയർച്ചയിലേക്കുള്ള ഒരു പാത വെട്ടിയത്, അതല്ലെങ്കിൽ ഒരു കായിക താരം എന്നുള്ളൊരു ചിന്ത ഉണ്ടായത്, ഒരു പക്ഷെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, സ്പൈക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ട് ഇട്ടിട്ടോ എരുമപ്പെട്ടിയിലൂടെ നടന്നാലോ ഓടിയാലോ പരിഷ്കാരി എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹനീഫ മാഷ് എരുമപ്പെട്ടിയിൽ തുടങ്ങുന്നത്. പിന്നീട് ഇന്ന് സ്പൈക്ക് ഇട്ടിട്ടാണ് കുട്ടികൾ മുഴുവൻ ഓടുന്നത്. വസന്തനൊക്കെ അത്രയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പുലർച്ചയ്ക്കൊക്കെ എണീപ്പിച്ച് ഓടിപ്പിക്കുകയാണ്. ഹനീഫ മാഷിനെ കാണുമ്പോൾ റോട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു വസന്തനെ എനിക്കറിയാം. എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ വസന്തൻ. അവിടെ വന്നിട്ട് എത്തിച്ചു നോക്കും. ഗ്രൗണ്ടിൽ അനാവശ്യ സമയത്ത് മാഷെ കണ്ടു കഴിഞ്ഞാൽ, വസന്തൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ മാഷ് ഓടിക്കും. മാഷിക്ക് ഇന്ന സ്ഥലമൊന്നുമില്ല, ആൾക്ക് 24 മണിക്കൂറും അധ്യാപകനാണല്ലോ. എവിടെ വെച്ച് കണ്ടാലും ഓടിപ്പിക്കും. ആ ഓടിച്ചിട്ട് രാവും പകലും കുന്നും മലയും റോഡും കുന്നങ്ങളും വടക്കാഞ്ചേരിയൊക്കെ ഓടിയിട്ടുണ്ടായ 2 താരങ്ങളാണ് കൃഷ്ണനും വസന്തനും. ഒരുപക്ഷെ മാഷ് ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടതും അവരെ കുറിച്ച് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിൽ, ഒന്നുമല്ലാത്ത കാലഘട്ടത്തിൽ 27 വർഷങ്ങൾക്ക് മുൻപ് നാഷണൽ വിന്നേഴ്സ് ആവാനായിട്ട് ക്രോസ് കൺട്രിയിൽ നമുക്ക് 2 പേരെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് ഈ ഒന്നുമല്ലാത്ത സാധാരണ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കൃഷ്ണനെയും വസന്തനെയും വെച്ചിട്ട് തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ അഭിമാനങ്ങളും. നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ സംഘടിപ്പിക്കുന്ന ആളുകൾക്കറിയാം ഇന്നിവിടെ സംഘടിപ്പിക്കാനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. ഇനിയിപ്പോൾ ഭക്ഷണം വരും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാഷയെ പോലുള്ള ഒരാൾ ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. വീട്ടിലിരിക്കുന്ന ഒരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾക്കുണ്ടാവും, രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ടാവും, രാഷ്ട്രീയക്കാർക്കുണ്ടാവും, ജനപ്രതിനിധികൾക്കുണ്ടാവും, അധ്യാപകർക്കുണ്ടാവും, ആക്റ്റീവായിട്ടുള്ള അധ്യാപകർക്കുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഹനീഫ് മാഷിലൂടെയും കടന്നുപോയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തിരിച്ചറിവ് മാഷ് നേരത്തെ ഈ വിദ്യാർത്ഥികളെ എത്രത്തോളമൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, അവരെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ, അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ റിസൾട്ട് തന്നെ ഇന്ന് അവർ കായിക അധ്യാപകരായിക്കൊണ്ട് തന്നെ മാഷയുടെ മുന്നിൽ വന്ന് നിന്ന് അദ്ദേഹത്തിന് ആ ആദരവർപ്പിക്കുകയാണ്. എനിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവാനായിട്ട്, അല്ലെങ്കിൽ ഞാനും 97 കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഹനീഫ് മാഷ് എൻ്റെയും കൂടി മാഷാണ്. മാഷ് 56 വയസ്സിലേക്ക് കടക്കുമ്പോൾ ജലീൽക്ക് പറഞ്ഞ പോലെ എരുമപ്പെട്ടിയുടെ ഒരു ബ്രാൻഡഡ് ഹനീഫ് മാഷ്. ഒരു ജീൻസ് പാൻറ്റും ഷൂവും ചുള്ളനായിട്ട് നടക്കുന്ന ഒരു ബ്രാൻഡഡ് മാനാണ് ഹനീഫ് മാഷ്. ആ ബ്രാൻഡഡ് തന്നെയാണ് ഇന്ന് എരുമപ്പെട്ടിയിലെ കായിക അധ്യാപകരായിട്ടുള്ള ജലീലായാലും സഞ്ജയ് ആയാലും ഷിജു ആയാലും ഒക്കെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിൽ ഹനീഫ് മാഷിയിലൂടെ തന്നെ എരുമപ്പെട്ടി കടന്നു പോകേണ്ടതുണ്ട്. നാളുകൾ ഹനീഫ് മാഷിക്ക് റെസ്റ്റ് ഉള്ളതല്ല. മാഷ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പണി ഇതാ തുടരുകയാണ്. ഹനീഫ് മാഷിലൂടെ ഈ കായിക ജ്വാല എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ ഇത്രയധികം കായിക താരങ്ങളുള്ള ഈ കൂട്ടായ്മ എരുമപ്പെട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചേ പറ്റൂ. ആ പ്രവർത്തനത്തിൻ്റെ ആകെത്തുക അടുത്ത വർഷം ഇത്തരം ഒരു പ്രോഗ്രാമിൽ നമുക്ക് മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. കായിക ജ്വാല എന്ന് പറയുന്നത് ഹനീഫ് മാഷിനെ ആദരിക്കുന്ന ഈ പരിപാടിയിലൂടെ നിർത്താതെ തുടർന്ന് ഹനീഫ് മാഷ് എന്ന് പറയുന്ന നേതൃത്വത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തിലെ കുട്ടികളെ ഒരു അക്കാദമി അടക്കം തുടങ്ങിയിട്ട്, മാഷ് അത് പറയാറുണ്ട് അക്കാദമിയെക്കുറിച്ചൊക്കെ. അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രദേശത്തുകാരെ ഉന്നതിയിലേക്ക് എത്തിക്കാനും മറ്റു രീതിയിലേക്ക് എത്തിക്കാനും മാഷ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു. കായികജ്വാല 2024 ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് മെമ്പർ ജോസ് MK അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. യോഗാധ്യക്ഷൻ ഷിജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ, സുധീഷ് പറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാൽ, ഇന്നത്തെ ചടങ്ങിൻ്റെ മുഖ്യ അതിഥി ഹനീഫ മാഷ്, മറ്റ് പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റ് നാട്ടുകാരെ, 27 വർഷത്തെ സേവനത്തിന് ശേഷമാണ് മാഷെന്ന് ഈ സ്കൂളിൽ നിന്ന് വിട പറയുന്നത്. എനിക്ക് എന്താ ഈ സ്കൂളിന് നിരവധി സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ടെങ്കിലും, കായിക ഒരുപാട് ശിഷ്യന്മാരെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടെങ്കിലും ഇത് അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ, കാരണം വെച്ചാൽ എനിക്ക് പറയാം, ഞാൻ ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ളൊരു വീട്ടിൽ താമസിക്കുന്നതന്നെ. ഈ പരിസരത്തെ സ്കൂളുകളിൽ വിട്ട ഇവിടുത്തെ സ്റ്റുഡൻസ് മുഴുവൻ ഈ പറമ്പുകളിലും ഇതിലിങ്ങനെ ഓടി നടന്ന് എന്നും ശല്യ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിസരത്തുള്ള വീട്ടുകാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയും, ഇങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കണം, സ്കൂളിൽ ചെന്ന് പരാതി പറഞ്ഞു. അപ്പോൾ ഞാനൊരു തവണ അങ്ങനെ
ഇതേമാതിരി ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പുഴയോരത്ത് ഇങ്ങനെ പോയി. പുഴയോരത്ത് ഒരു പറ്റം പിള്ളേർ, ഞാനവരെ ഭയപ്പെടുത്താച്ചിട്ട് പോയതാ. പക്ഷെ അവർ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യം ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോയില്ല. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഞാൻ അവരോട് കാര്യം ചോദിച്ചപ്പോൾ അവർ സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് വന്നിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അനീഫ മാഷോട് പറയും കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ അവർ ഒരുത്തൻ വന്നിട്ട് എൻ്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, അനീഫ മാഷോട് മാത്രം പറയരുത്, നിങ്ങൾക്ക് എന്താ ചെയ്യുക ഞങ്ങൾ സംസാരിക്കാം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അനീഫ മാഷ ഒരു പേടിപ്പിച്ചിട്ട്, കാരണം വെച്ചാൽ എനിക്കത് അറിയായിരുന്നു. കാരണം വെച്ചാൽ അദ്ദേഹം കാലത്ത് തന്നെ സ്കൂളിൽ ചൂരിലെടുത്ത് നടക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അനീഫ മാഷി സ്കൂളിൽ നിന്ന് വിട്ടു പോകുമ്പോൾ നമ്മുടെ സ്കൂളിനൊരു അച്ചടക്കത്തിൻ്റെ ഒരു പോരായ്മ ഉണ്ടാവുമെന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്തായാലും അനീഫ മാഷ ജീവിതത്തിൽ നല്ല നാളുകൾ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയകണ്ഠ. താങ്ക് യു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി GHSS എരുമപ്പെട്ടി ഹെഡ് മാസ്റ്റർ വാസുദേവൻ KP മാഷിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, ബാക്കി മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞ പോലെയല്ല എൻ്റെ അവസ്ഥ. ഈ സ്കൂളിൽ നിന്ന് ജലീലിക്ക പറഞ്ഞത് ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുക എന്ന് പറഞ്ഞത് അത് തെറ്റാണ്. സർവീസിൽ നിന്ന് മാത്രമേ വിരമിക്കുന്നുള്ളൂ. ഹനീഫ് മാഷ് എന്നും സ്കൂളുണ്ടായിരിക്കും. ഹനീഫ് മാഷ്ക്ക് എന്തായാലും ഈ സ്കൂൾ വിട്ടു പോകാൻ കഴിയില്ല. കാരണം 27 കൊല്ലം എന്ന് പറഞ്ഞ ഒരു നീണ്ട കാലയളവ് എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കാവൽക്കാരനായി നിന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അത് ഇട്ടെറിഞ്ഞു പോകുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ വയ്യ. മാത്രമല്ല, സാറ് പലതവണ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സാറിനോട് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ഉണ്ടാവും എന്നൊരു ധൈര്യവും തന്നിട്ടുണ്ട്. 10,000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ 1-2 ആൾ വിചാരിച്ചാൽ ഒരിക്കലും സ്കൂളിൽ അച്ചടക്കം നിലനിർത്താനോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനോ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ഏകോപിപ്പിക്കാൻ ഏറ്റവും അധികം പ്രാപ്തനായ, അതുപോലെ ഏറ്റവും അധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു മുഖമാണ് ഹനീഫ് മാഷ്. പക്ഷെ മുൻപ് ഞാൻ മരത്തങ്കോട് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കേട്ടിരുന്ന ഹനീഫ് മാഷ് എന്ന് പറഞ്ഞ് ഞാൻ അത്ര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല സാറ്. അപ്പോൾ ആ കാലത്ത് ഞാൻ ഹനീഫ് മാഷ് ഇവിടെ ഭയങ്കര സ്പോർട്സ് മാഷാണ്, ഭയങ്കര പേടിയാണ് പിള്ളേർക്കൊക്കെ. പക്ഷെ ആളെ കണ്ടപ്പോൾ എനിക്ക് അത്ര തോന്നിയില്ല. കാരണം അതിന് മാത്രം സൈസൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സൈസൊന്നും സാറിന് ഫീൽ ചെയ്തില്ല. പിന്നെയാണ് മനസ്സിലായത് സൈസിലല്ല കാര്യം, പ്രവർത്തനത്തിലാണ് കാര്യം എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. കാരണം നമ്മൾ പൊതുവായിട്ട് ഈ സ്പോർട്സ് അധ്യാപകരെന്ന് പറയുമ്പോൾ വലിയ സൈസും വലിയ ഹൈറ്റൊക്കെ ആയിട്ടുള്ള അധ്യാപകർ അധികം കാണാറ്. പക്ഷേ ഹനീഫ് മാഷ് അങ്ങനെയല്ല. ഹനീഫ് മാഷ് വളരെ അച്ചടക്കത്തോടു കൂടി ബോഡി സൂക്ഷിക്കുന്ന ആളാണ്. എനിക്ക് ഒരുപാട് എൻ്റെ ഈ പ്രശ്നം കണ്ടിട്ട് ഒരുപാട് തവണ എനിക്ക് ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് നിലനിർത്താൻ പറ്റുന്ന അല്ലാത്തതുകൊണ്ട് ഞാൻ ചിരിച്ചു തള്ളും. സാറിന് ഒരുപാട് മാർഷൽ ആർട്സിലും അതുപോലെ മറ്റേലൊക്കെ ഒരുപാട് കലകളിൽ അതുപോലെ കായികമായ ഒരുപാട് പ്രവർത്തനങ്ങളിൽ കഴിവുള്ള വ്യക്തിയാണ്. വെറുതെ സ്പോർട്സ് അധ്യാപകൻ എന്ന് പറഞ്ഞ് കുറച്ച് കാണേണ്ട കാര്യങ്ങളല്ല അത്. ഈ സ്കൂളിൽ തന്നെ റെസ്ലിങ്, ജൂഡോ, കരാട്ടെ, കളരിപ്പയറ്റ്, വെറുതെ പറയുന്നതല്ല, ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതിനെല്ലാം മുൻകൈ എടുത്ത് സാറിനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, സാറ് നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, ഒരു കളരിപ്പയറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ട്, നമുക്കത് നടപ്പാക്കിയാലോ. ഓക്കെ, ആളെ കൊണ്ടുവരാം. പിന്നെ സാറ് പറഞ്ഞു, സാറ് തന്നെ അതിൽ എന്താ പറയണ്ടത് എക്സ്പേർട്ടായ ആളാണ്. പക്ഷേ ഞാൻ പറഞ്ഞു സാറായാൽ ശരിയാവില്ല, നമുക്ക് വേറൊരാളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. സാർ ഉടൻ തന്നെ സാറിൻ്റെ ഏതോ ഒരു ശിഷ്യനെ കൊണ്ടുവന്നു, കളരിപ്പയറ്റ് പദ്ധതി നടപ്പാക്കി. ഇനി അതേപോലെ തന്നെ ധാരാളം പദ്ധതികൾ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പദ്ധതികളൊക്കെ നടപ്പാക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞാൽ ഉടൻ തന്നെ കാര്യങ്ങൾ നടപ്പാക്കാൻ സാറിനെ കൊണ്ട് സാധിക്കും. അത്ര റേഞ്ചുള്ള മറ്റൊരു അധ്യാപകരെ കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ കൊല്ലം സാറിന് വലിയ വിഷമമുള്ള ഒരു കൊല്ലമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം നമ്മുടെ ഗ്രൗണ്ട് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടത്ര പരിശീലനം കൊടുക്കാൻ സാറിന് കഴിഞ്ഞിട്ടില്ല. അത് പലതവണ സാർ എന്നോട് സൂചിപ്പിച്ചിട്ട് വിഷമം. പക്ഷേ സാർ അതിനെ മറികടന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. ഈ കുട്ടികളെ കൊണ്ട് പരിശീലനത്തിന് വേണ്ടി വേലൂർ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ടിലേക്ക്, അങ്ങനെ കുന്നംകുളം ബോയ്സ് ഗ്രൗണ്ട്, അങ്ങനെ ഓരോ ഗ്രൗണ്ടുകളിലേക്ക് ഈ പിള്ളേരായിട്ട് പോവുകയാണ് സാർ. ഒരു ഡെഡിക്കേഷൻ്റെ
അങ്ങേ തലയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒക്കോ എന്ന് പറയില്ല, സാറ് ഒപ്പം അതിൻ്റെ പുറകെ പോവുകയും സത്യം പറഞ്ഞാൽ അതിനാവശ്യം ഒരുപാട് ഫണ്ട് ചിലവായിട്ടുണ്ട് പിള്ളേർ. ഇതൊന്നും സാർ ആരോടും ചോദിച്ചിട്ടില്ല, ഒക്കെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് പിള്ളേരെ പറഞ്ഞയക്കുന്നു, പിള്ളേർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ ഒരു വെറും ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുറച്ച് കാണേണ്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് സാറിൻ്റെ പ്രവർത്തനങ്ങൾ. എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വമാണ് ഹനീഫ് മാഷ്. ഒരു സ്പോർട്സ് അധ്യാപകൻ മാത്രമല്ല, എരുമപ്പെട്ടി സ്കൂളിൻ്റെ ഒരു ഡിസിപ്ലിൻ ഇത്രയും നന്നായി കൊണ്ടുനടക്കുന്നത് സാറിഞ്ഞ് വിരമിച്ചാലും അതിന് വലിയ കോട്ടം തട്ടാതെ കൊണ്ടുപോകാൻ മറ്റുള്ളവർക്ക് കഴിയുന്ന രീതിയിൽ അത്രയും സെറ്റാക്കിയിട്ടാണ് സാറ് ഈ സർവീസിൽ നിന്ന് പോകുന്നത്. അതോടൊപ്പം തന്നെ സർവീസിൽ നിന്ന് പോയാലും എരുമപ്പെട്ടി സ്കൂളിന് ചുറ്റും സാറിൻ്റെ കണ്ണുകളുണ്ടാവും, സാറിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഒരിക്കൽ കൂടി സാറിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി GHSS എരുമപ്പെട്ടി PTA പ്രസിഡന്റ് ഹേമ ശശികുമാർ അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾക്കും അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മളിവിടെ ചെറിയൊരു സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞ് അതിൽ കൂടി പങ്കെടുത്തതിന് ശേഷം മാത്രമേ എല്ലാവരും പോകാവൂ എന്ന് സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഹനീഫ് മാഷിനെ പറ്റിയിട്ട് ഇവിടെ മുന്നേ പറഞ്ഞു പോയ ഒരുപാട് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുകയാണെങ്കിൽ ഞാനിവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ പഠിക്കുന്ന സമയത്തും മാഷ് തന്നെയാണ് കായികാധ്യാപകൻ. ഇന്നിപ്പോൾ ഞാൻ PTA പ്രസിഡൻ്റായിരിക്കുമ്പോഴും മാഷ് ഇവിടുത്തെ കായികാധ്യാപകനാണ്. മാഷിക്ക് മാത്രം ഒരു മാറ്റമില്ല, എനിക്ക് നല്ല മാറ്റമുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവരും പറയും, മാഷിനൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരാണ്. കുട്ടികൾ പറഞ്ഞാൽ ആരും തല്ലാൻ വരണ്ട, ഞാൻ മാത്രം ഇത്തിരി കണ്ട ഏജൊക്കെ തോന്നുള്ളൂ. എൻ്റെ കൂടെ പഠിച്ചവർ ഇപ്പോഴും ചെറുപ്പം തന്നെയാണ്. അപ്പോൾ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ HM പറഞ്ഞ പോലെ മാഷ് നമ്മുടെ സ്കൂളിൽ നിന്ന് റിട്ടയറായി പോകുന്നില്ല, നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവുന്ന ഒരു ഉറപ്പ് മാഷ് തന്നിട്ടുണ്ട്. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ആശങ്കയാണ്. ഇപ്പോൾ HM-നായാലും മറ്റുള്ള എല്ലാവർക്കും ആ കാര്യത്തിൽ ആശങ്കയുണ്ട്. അപ്പം മാഷ് തന്നെയാണ് ആ ധൈര്യം കൊടുത്തിട്ടുള്ളത്. മാഷ് തുടർന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. മാഷിൻ്റെ ഭാവജീവിതം ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ല നന്മകൾ ഭവിച്ചതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇന്ന് ഈ കായികജ്വാല 2024 ഇവിടെ സംഘടിപ്പിച്ചതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ പൂർവ്വ കായിക വിദ്യാർത്ഥികൾ 2 അമ്മമാരെ ആദരിക്കുകയുണ്ടായി. മനസ്സ് നിറഞ്ഞ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങുകൾ വളരെ കുറവാണ്. അപ്പോൾ ആ 2 അമ്മമാരെ ആദരിച്ചതിൽ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഇന്നിവിടെ ഈ ആശംസ അറിയിക്കാനായിട്ടൊരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി ഒരു സ്പെഷ്യൽ അവാർഡ് മാഷിന് നൽകുന്നുണ്ട്. മാഷക്ക് സ്പെഷ്യൽ അവാർഡ് നൽകുന്നത് മാഷിൻ്റെ തന്നെ വിദ്യാർത്ഥിയായ ജാഫറാണ്. അവാർഡ് സ്വീകരിക്കാൻ മാഷിനെയും അവാർഡ് നൽകാൻ ജാഫറിനെയും ക്ഷണിക്കുകയാണ്. ഒപ്പം മാഷിൻ്റെ കുടുംബാംഗങ്ങളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. മാഷിൻ്റെ പ്രിയ പത്നി സബാന മേഡം UD ക്ലർക്ക് എരുമപ്പെട്ടി പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു. 2 മക്കളാണ് മാഷ്ക്കുള്ളത്, ഷരൂഖ് ഹനീഫ് ആൻഡ് ഫിസ ഹനീഫ്. ഷരൂഖ് ബിസിനസ്മാൻ ആണ്, ഫിസ MD കോളേജിൽ MCOM വിദ്യാർത്ഥിയാണ്. ഒപ്പം തന്നെ നല്ലൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുടുംബത്തിലെ മാഷാണ് ഇപ്പോൾ നമ്മുടെ അവാർഡ് സ്വീകരിക്കുന്നത്. പ്രിയ വിദ്യാർത്ഥി നിന്ന് സ്പെഷ്യൽ അവാർഡ് മാഷ് ഏറ്റുവാങ്ങുന്നു. പ്രത്യേകം സ്നേഹം നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. അടുത്തതായി ഈ പ്രോഗ്രാമിനെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് ഹമീദ് മാഷിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഫംഗ്ഷൻ്റെ വിശിഷ്ട വ്യക്തി, നമ്മൾക്കെല്ലാം ഏറ്റവും അഭിമാനമുള്ള അല്ലെങ്കിൽ എരുമപ്പെട്ടിയുടെ കായിക ചരിത്രത്തിന് ഏറ്റവും അധികം പങ്കുവഹിച്ച, ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന, ഇന്നല്ല ഈ അധ്യയന വർഷ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഞങ്ങളുടെ അനീഫ മാഷി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അനീഫയ്ക്കാക്കും ഈ കായിക ജ്വാല ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ വളരെ തിരക്കിനിടയിലും എത്തിയ ഇന്ത്യൻ ഇൻ്റർനാഷണൽ വോളിബോൾ താരം കൂടിയായ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ സാംബശിവൻ സാർ അവർക്കും, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ,
എരുമപ്പെട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത്ലാൽ, ഞങ്ങളുടെ എല്ലാം ഗുരുനാഥന്മാരായ ശങ്കരൻകുട്ടി മാസ്റ്റർ, എൻട്രി മാസ്റ്റർ, ഫ്രാങ്കോ മാസ്റ്റർ, പഞ്ചായത്തിലെ മെമ്പർമാർ, മറ്റ് എരുമപ്പെട്ടി സ്കൂളിലെ പ്രധാന അധ്യാപകർ, അതിലുപരി എൻ്റെ മുന്നിലിരിക്കുന്ന മാസ്റ്ററുടെ ഫാമിലി, വിദ്യാർത്ഥിനികൾ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച മാസ്റ്റർ പൂർവ്വ വിദ്യാർത്ഥികൾ, മാഷ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഒരു കായിക രീതിയിലുള്ള ഒരു കായിക മാത്രമല്ല, ഒരു വലിയൊരു കൾച്ചറും ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ഇത്രയും നല്ല രീതിയിൽ നടന്നത്. എൻ്റെ മുന്നേ പ്രസംഗിച്ച മാഡം പറയുകയുണ്ടായി, 2 ഭക്ഷണം അവർക്ക് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്ത് 2 പേരെ ആദരിക്കുന്ന ചടങ്ങ്. ഒരുപക്ഷെ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് ഭക്ഷണം കഴിക്കാനായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ ഇരിക്കുന്ന കാലഘട്ടങ്ങളായിരുന്നു. ആ ഒരു കുറവ് മാഷുക്കും അറിയാം. മാഷ് കാലഘട്ടങ്ങളിലും എൻ്റെ ഒരു 2-3 വർഷം സീനിയറായിരുന്നു മാഷ്, 4-5 വർഷം സീനിയറായിരുന്നു. മാഷുക്കും അറിയാൻ ബുദ്ധിമുട്ടുകൾ. ആ കുറവ് മാസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാതിരിക്കാൻ മാഷ് ചെയ്ത ആ ഒരു എഫർട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള കായിക മേഖലയിലുള്ളവർക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. അത്ര രീതിയിലുള്ള ആ വർക്കുകളും അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയും, ആ ആറ്റിറ്റ്യൂഡാണ് മാഷിനെ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ എരുമപ്പെട്ടിയിലൊരു സ്പോർട്സ് കൾച്ചറുള്ള സ്ഥലം, ഒരു സംശയമില്ല. എരുമപ്പെട്ടിയിൽ വലിയൊരു സ്പോർട്സ് കൾച്ചർ, അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ ഇരിക്കുന്ന മാഷുമാരെല്ലാം. എരുമപ്പെട്ടിയിൽ തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുള്ള സ്ഥലം, ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത് എരുമപ്പെട്ടി സ്കൂളാണ്. അപ്പോൾ ഞങ്ങളുടെ കാലഘട്ടത്തിൽ, എൻ്റെ കാലഘട്ടത്തിൽ OC നാരായണ മാസ്റ്ററായിരുന്നു ഇവിടുത്തെ അധ്യാപകൻ. ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് ഹാർഡ് വർക്ക് OC നാരായണ മാസ്റ്റർ സംഭാവനയായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സംഭാവനകൾ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് എൻട്രി മാസ്റ്റർ കാലഘട്ടം, എൻട്രി മാഷും അനീഫ് മാഷും കൂടി ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് അനീഫ് മാഷ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, PT ഉഷേനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേരളത്തിലെ ഏറ്റവും ഉയർന്നു കേട്ട ഒരു സ്കൂളിൻ്റെ പേര് കോരത്തോട് സ്കൂൾ എന്നാണ്. സാറിന് അറിയണ്ടായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അനീഫ് മാഷക്ക് അറിയുന്നുണ്ടായിരിക്കും, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അത്ലറ്റുകളെ സംഭാവന ചെയ്ത ഒരു സ്കൂളാണ് കോരത്തോട്. കോരത്തോട് സ്കൂളിൽ നിന്നാണ് PT ഉഷ എന്ന് പറഞ്ഞ അത്ലറ്റ് ഉണ്ടായിട്ടുള്ളത്. അവിടെ സ്പോർട്സ് സ്കൂളിൽ നിന്നാണ്. ആ PT ഉഷയുടെ അതേ പ്രാധാന്യം അന്ന് OM നമ്പ്യാർ എന്ന് പറഞ്ഞൊരു കോച്ചിനുണ്ടായിരുന്നു. OM നമ്പ്യാർ ആ PT ഉഷ പഠിച്ചിരുന്ന സ്കൂളാണ്. പക്ഷെ അവിടുത്തെ കായിക അധ്യാപകൻ തോമസ് മാഷ് എന്ന് പറഞ്ഞൊരു കായിക അധ്യാപകനായിരുന്നു. ഈ OM നമ്പ്യാരുടെയും ഈ PT ഉഷയുടെയും അതേ അംഗീകാരം ഈ തോമസ് മാഷിന് കിട്ടിയിരുന്നു. പക്ഷേ തോമസ് മാസ്റ്റർ റിട്ടയർമെന്റിന് ശേഷം ആ സ്കൂള് നാമാവശേഷമായി. ഇപ്പോൾ പിക്ചറിലില്ല ആ സ്കൂള്. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അത് നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കലാം പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം ജയിക്കാം, പക്ഷേ അതൊരു ഭാഗ്യമെന്ന് പറയുള്ളൂ. ഒരു പ്രാവശ്യം ജയിച്ചാൽ ജയം 2ഓ 3ഓ പ്രാവശ്യത്തിലേക്ക് എത്തുമ്പോഴാണ് അതൊരു ടാലൻ്റാണ്, അതൊരു ഹാർഡ് വർക്കാണെന്ന് പറയുള്ളൂ. മാഷ് ഒരു നല്ലൊരു ഹാർഡ് വർക്കറായിരുന്നു, നല്ലൊരു ടാലൻ്റുള്ള സ്കൂൾ അധ്യാപകനായിരുന്നു, നല്ലൊരു കോച്ചായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണങ്ങളാണ് മാസ്റ്റർ റിസൾട്ട്. അപ്പോൾ ആ തോമസ് മാസ്റ്റർ ആ കോരത്തോട് സ്കൂൾ നാമാവശേഷമായി
ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ OC നാരായണൻ മാഷ് ഈക്വലൻ ടു തോമസ് മാഷ്. ആ തോമസ് മാഷ് അതേ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നതാണ് OC നാരായണൻ മാഷ്. പക്ഷേ ഇവിടെ പിന്നെ അടുത്ത മാസ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം യൂത്ത് സ്കൂളിലേക്ക് വരാൻ പല അധ്യാപകരും മെനക്കെടില്ല. കാരണം ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തണം. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് നിലനിർത്തില്ല. പക്ഷേ അനീഫ മാഷ് ആ ഒരു റോള്, ആ ഒരു ജോലി, അല്ലെങ്കിൽ ആ ഒരു പാഷൻ വളരെ ഭംഗിയായി അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലൂടെ മാഷ്ക്ക് ഇവിടെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞങ്ങൾ എരുമപ്പെട്ടിക്കാർക്ക് വളരെ അഭിമാനമുള്ള ഒരു സന്ദർഭത്തിലാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഒരുപാട് കായിക താരങ്ങളെ പല രീതികളിലേക്കും, അവരെ കായിക താരങ്ങൾ മാത്രമല്ല അവരുടെ ജീവിതത്തിലേക്കും പല രീതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ അനീഫ് മാഷ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഉത്തമ ഉദാഹരണങ്ങൾ ഇപ്പോൾ ഈ ഫംഗ്ഷൻ നടത്തുന്ന സഞ്ജയ് ആയാലും ജലീൽ മാഷ് ആയാലും അബൂബക്കർ ആയാലും ഒത്തിരി ഷിജു ആയാലും വസന്തൻ, കൃഷ്ണൻ, ഒരുപാട് താരങ്ങളെ ഇനിയും മാഷക്ക് എരുമപ്പെട്ടി സ്കൂളിലെ പ്രിൻസിപ്പൽ മാഷ് പറഞ്ഞ പോലെ മാഷ് സർവീസിനെ പോകുന്നുള്ളൂ. മാഷ് എരുമപ്പെട്ടിയിൽ നിന്ന് പോകുന്നില്ല. ഞങ്ങൾക്കെല്ലാം മാഷ് സർവീസ് വേണം. വീട്ടുകാർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. ഇതുവരെ വീട്ടുകാർ മാഷിനെ കിട്ടുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്ക്. ഇനി കുറച്ച് നാൾ വീട്ടുകാർക്ക് കിട്ടും. ആ പ്രതീക്ഷ വേണ്ട. മാഷ് എരുമപ്പെട്ടിയിൽ തന്നെ ഉണ്ടായിരിക്കും. എല്ലാവിധ അനുഗ്രഹങ്ങളും ആയുസ് ആരോഗ്യം കുറേ നാൾ മാഷക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഒരിക്കൽ കൂടി ഈ സ്പോർട്സ് ജ്വാല അത് ജ്വാലയായിട്ട് തന്നെ നിലനിൽക്കട്ടെ. എരുമപ്പെട്ടിയിലെ സ്പോർട്സിന് വലിയൊരു ഉണർവാകട്ടെ. ഒരിക്കൽ കൂടി സ്പോർട്സ് ജ്വാല സംഘടിപ്പിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്കൂൾ കടിക്കാട് കായികാധ്യാപകൻ നാസർ മാഷിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനീഫ് മാഷ്, എരുമപ്പെട്ടി നിവാസികളെ, അതുപോലെ ഭാവിയുടെ താരങ്ങളായ അത്ലറ്റുകളെ, അനീഫ് മാഷിൻ്റെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് അനീഫ് മാഷ് വിളിച്ചപ്പോൾ രണ്ടു വാക്ക് നിങ്ങളോട് അല്ലെങ്കിൽ അന്ന് കൂടിയിരുന്നവരോട് സംസാരിക്കണമെന്ന് മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ആ സാഹചര്യം അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് ഇന്നെങ്കിലും അതിനൊരു വേദി കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം 97 അനീഫ് മാഷ് ICAയിൽ നിന്ന് പോരുമ്പോൾ ആ വിദ്യാലയത്തിൽ ആലപ്പുഴ ജില്ലക്കാരനായ ഞാൻ അനീഫ് മാഷിയുടെ പിന്തുടർച്ചയായി വന്ന് അധ്യാപകനായതാണ്. അതിനും 2 വർഷം മുമ്പ് കോഴിക്കോട് സംസ്ഥാന സ്പോർട്സ് നടക്കുമ്പോൾ ICA സ്കൂളിലെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അന്നത്തെ സാറിൻ്റെ കുട്ടികളുമായി ആ മേളയിൽ വന്ന അവസരത്തിൽ അപ്രതീക്ഷിതമായി പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല അദ്ദേഹം വർക്ക് ചെയ്ത ഒരു സ്കൂളിൽ ഒരധ്യാപകനായി, പ്രത്യേകിച്ച് ഞാൻ ഈ നാട്ടുകാരനല്ലാത്ത സ്ഥിതിക്ക് ആലപ്പുഴ ജില്ലക്കാരനായ ഞാൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് കരുതിയിട്ടൊന്നും അല്ല അന്ന് ആ പരിചയപ്പെടലുണ്ടായത്. അന്നു മുതലുള്ള ഒരു ആത്മബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു അധ്യാപകൻ, പ്രത്യേകിച്ച് ഒരു കായികാധ്യാപകൻ ആരായിരിക്കണമെന്ന്, എങ്ങനെയായിരിക്കണമെന്ന് തെളിയിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. കാരണം നിങ്ങൾക്കും എനിക്കുമൊക്കെ അറിയാം, ഒരു വിദ്യാലയത്തിലെ നൂൺ മീലിൻ്റെ ചാർജ്, അല്ലെങ്കിൽ ബുക്ക് ഡിപ്പോയുടെ ചാർജ്, അതുപോലെ സ്കൂളിൽ നിന്ന് AEOയിലേക്കോ DOയിലേക്കോ അല്ലെങ്കിൽ DDയിലേക്കോ ഒക്കെ പോകുന്ന ഒരു മെസ്സഞ്ചറോ ഒക്കെ ആയി മാറുന്ന കായികാധ്യാപകരാണ് പലപ്പോഴും കൂടുതലായിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുക. പക്ഷേ അതല്ല കായികാധ്യാപകൻ്റെ ജോലി അതല്ല. എന്താണോ ആ സ്കൂളിൽ അദ്ദേഹം ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഒരു 27 വർഷം എന്ന് പറഞ്ഞാൽ പോരാ. കാരണം ICAയിലാകുമ്പോഴും അതുകൂടെ കൂട്ടിയാൽ 34 വർഷം
ഈ നാടിന് പരിചയപ്പെടുത്തി കൊടുത്തത് തന്നെയാണത്. ഈ കാലഘട്ടത്തിൽ അധ്യാപനമെന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു കാലം തന്നെയാണ്. കാരണം എപ്പോഴും പല പ്രശ്നങ്ങളിലേക്കും പോയി ചാടാവുന്ന ഒരവസ്ഥ. പ്രത്യേകിച്ച് മാഷ പോലെയുള്ളവർ പലപ്പോഴും ഇവിടുത്തെ ആദ്യം പ്രസംഗിച്ചവരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, രാവിലെ വടിയുമായിട്ട് ഈ വിദ്യാലയത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ മാഷയുടെ ഒരു പ്രത്യേക ഒരു സ്വഭാവം തന്നെ എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിയെ സുഹൃത്തായിട്ടും വിദ്യാർത്ഥിയായിട്ടും കാണാനുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ ആ ഒരു കഴിവ്, അത് വളരെ വലുതാണ്. കാരണം പലപ്പോഴും അധ്യാപകരൊക്കെ കുട്ടികളെ വിദ്യാർത്ഥികളായി മാത്രം കാണുമ്പോൾ അതിന് വിപരീതമായിട്ട് ഒരു സുഹൃത്തായിട്ടും കൂടെ, അത് നേരത്തെ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് മെമ്പറാണ് അത് സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു, നിങ്ങളോട് വളരെ മോശമായിട്ട് പോലും ചിലപ്പോൾ സംസാരിക്കുന്ന, അത് മാഷയുടെ ഒരു മാസ്റ്റർ പീസായിട്ട് തന്നെ അതവിടെ കിടക്കുന്നതാണ്. പക്ഷേ എങ്കിലും അതോടൊപ്പം തോളിൽ കൈയിട്ട് കൂടെ നടക്കാനും ശീലിച്ച ഒരു അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ വീട് ഇതിന് സമീപം തന്നെ ആയി എന്നുള്ളത് കൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ സ്കൂളിൽ നിന്നും വിട പറയുന്നുണ്ടെങ്കിലും ഈ നാടിന് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും കൂടുതൽ കാലം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ഒരു ഏജ് ബാറിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് അവസാനിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. പലപ്പോഴും പലരും സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും കാണുമ്പോൾ ചെറുപ്പമാണെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പോഴും ഞങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു ചെറുപ്പത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അതൊരു കഴിവാണ്. കാരണം ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൻ്റെ അവസാന കാലത്തിലാണെന്ന് ചിന്തിക്കുന്നവരാവും പലപ്പോഴും പലരും. പക്ഷേ 56-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഈ അവസരത്തിലും നിങ്ങളോടൊപ്പം കൂടി നടക്കാനുള്ള ആ ഒരു കഴിവ് ഇനിയും നിങ്ങൾക്ക് ഈ നാടിന് ഉണ്ടാകും. അത് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും അതങ്ങനെ തന്നെ ആകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കർശനമായ സമീപനങ്ങളിലൂടെ ഒരു വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അതൊരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്, അതിൽ ഒരു സംശയവും വേണ്ട. കാരണം ഞാനൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു വിദ്യാലയത്തിൽ അല്ല HM-ൻ്റെ മുകളിലാണ് കായികാധ്യാപകനെന്ന്, അത് ബഹുമാനക്കുറവ് കൊണ്ട് പറയുന്നതല്ല, HM-ൻ്റെ മുകളിലാണ് കായികാധ്യാപകനെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം HM-ന് ആ സ്കൂളിലെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് നടക്കുമ്പോൾ ഒരു യഥാർത്ഥ കായികാധ്യാപകൻ ആ നാട്ടിലെ ജനങ്ങളെയും കൂടെ സമീപ പ്രദേശത്തുള്ളവരെയും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് ആ സ്കൂളിൻ്റെ അച്ചടക്കത്തെയും ആ സ്കൂളിൻ്റെ മറ്റുള്ള കുറേ സ്കൂളിലേക്ക് വേണ്ട മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളിലേക്ക്, അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം ഈ സ്കൂളിൻ്റെ പല പ്രവർത്തനങ്ങളിലും അതാത് കാലത്തുള്ള HM-മാരേക്കാൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടും അതിന് കൂടുതൽ കരുത്തു പകർന്നതും അദ്ദേഹം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെയുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ ഒരു സ്കൂളിലെ HM-നേക്കാൾ മുകളിലാണ് കായികാധ്യാപകൻ, പ്രവർത്തിക്കുന്ന കായികാധ്യാപകൻ HM-നേക്കാൾ മുകളിൽ തന്നെയാണ്. ഒരിക്കലും HM-മാരോടുള്ള ബഹുമാനക്കുറവ് കൊണ്ട് പറഞ്ഞതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോടും ഞങ്ങളോടും ഒക്കെ ഒപ്പം സന്തോഷകരമായിട്ട് ജീവിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരു കായികാധ്യാപകൻ എന്ന നിലയിൽ ഞങ്ങളുടെയൊക്കെ കൂടെ ഇനിയും ഉണ്ടാകുമെന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി അനുഭവങ്ങൾ പങ്കുവയ്ക്കലാണ്. ആദ്യമായി ഈ വേദിയിലേക്ക് ഹെൻറി മാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തലാൽ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്യാംബശിവൻ അവറുകളെ, ബഹുമാനപ്പെട്ട ജലീലാദൂർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള സഹൃദയരെ, 1997
ജനുവരി മാസത്തിൽ അനീഫ മാഷെന്നല്ല, അനീഫ എന്നാണ് എനിക്ക് വിളിക്കാൻ ഇഷ്ടം. എന്നെ അങ്ങനെ വിളിക്കാവോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അനീഫ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് ഞാൻ മാത്രമേ ഇവിടെ കായിക അധ്യാപകനായിട്ടുള്ളൂ. ഞാനും അനീഫയും കൂടെ 8 വർഷം ഈ സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ എന്നതിലുപരി ഒരു സഹോദര ബന്ധം ഞങ്ങളുടെ ഇടയിൽ വളർന്നു വന്നു. എന്നെ എല്ലാ കാര്യങ്ങളിലും, ഞാനിവിടെ വർക്ക് ചെയ്യുന്ന കാലത്ത് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്നോട് അഭിപ്രായം ചോദിക്കലും ഞാൻ അനീഫോട് അഭിപ്രായം ചോദിക്കലും എന്നിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തിയിരുന്നത്. എല്ലാ കാര്യങ്ങളിലും എനിക്ക് അനീഫയോട് വളരെയധികം ബന്ധമുണ്ട്. അനീഫയുടെ വീട്ടുകാരുമായിട്ട് ഞാൻ അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല, ഈ സ്പോർട്സ് ഗെയിംസ്, എരുമപ്പെട്ടി സ്കൂളിൻ്റെ ചരിത്രം, ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടെ എല്ലാവരും വിമർശിച്ചു. എനിക്കും ഒരു കാര്യം പറയാനുള്ളത്, ഈ സ്കൂളിലെ കുട്ടികളുടെ, ഈ സ്കൂളിലെ ജീവനക്കാരുടെ കാര്യങ്ങളിൽ താല്പര്യം, പ്രത്യേകിച്ച് സ്പോർട്സ് കുട്ടികളുടെ കാര്യത്തിലുള്ള താല്പര്യം, അവർക്ക് അവരുടെ കോച്ചിങ് നൽകുന്നതിലും അതിനോടനുബന്ധിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിലും അനീഫ കാണിച്ചിട്ടുള്ള താല്പര്യം വളരെ പ്രശംസനീയമാണ്. ഈ കൊല്ലം തന്നെ ഒരു ദിവസം ഒരു 12 മണിയാകുമ്പോൾ അനീഫ എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മാഷം സ്കൂളിൽ വരണം. ഞാൻ പറഞ്ഞു, എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇവിടെ ഞാൻ എൻ്റെ വക കുട്ടികൾക്കൊരു ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാനാണ്. ഞാൻ എൻ്റെ വൈഫിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എരുമപ്പെട്ടി സ്കൂളിലത്തെ കുട്ടികളുടെ എണ്ണം ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം ബിരിയാണി. വന്നു നോക്കിയപ്പോൾ ജലീലാദൂരുണ്ട്, ശങ്കരൻകുട്ടി മാഷുണ്ട്, ഫ്രാങ്കോണ്ട്, പിന്നെ കിട്ടാവുന്നവരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാനും അനീഫയും മറ്റുള്ളവരൊക്കെ കൂടെ ഈ കുട്ടികളുടെ കൂടെ പ്ലേറ്റ് എടുത്ത് വരിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അതുപോലെ അവരുടെ വേറെ എന്താ പറയുക, ആളുടെ പേരൊന്നും ഞാൻ പറയില്ല, പല കുട്ടികൾക്കും പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അന്വേഷിച്ച് അർഹരാണെങ്കിൽ മാത്രം, അല്ലാണ്ട് എല്ലാവർക്കും ചെയ്യുന്ന ഒരു പരിപാടി അദ്ദേഹത്തിനില്ല. മാത്രമല്ല, വളരെ എന്താ പറയുക, നാവ് വലിയൊരു വടിയാണ്, പ്രത്യേകിച്ച് കായിക അധ്യാപകർക്ക്. നാവ് കൊണ്ടും വടി കൊണ്ടും പറഞ്ഞിട്ടുള്ള പ്രവൃത്തികൾ കുട്ടികൾക്കൊക്കെ വലിയ പാഠമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അടിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടുള്ള കുട്ടികളാണ് കായിക അധ്യാപകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പഠിപ്പിസ്റ്റുകളൊക്കെ ഉണ്ട്, അവരൊന്നും ആരും ചെറുതായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഈ അനീഫയെ സംബന്ധിച്ച് ഈ എരുമപ്പെട്ടി സ്കൂളിൽ ജോയിൻ ചെയ്യുക, എരുമപ്പെട്ടി സ്കൂളിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്യുക. 27 കൊല്ലം ഗവൺമെൻറ് സർവീസ്, അതിന് മുന്നേ ICA വടക്കേക്കാട് സ്കൂളിൽ, അതിന് മുന്നേ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുക. അത് സ്വാഭാവികമായിട്ട് എളുപ്പമല്ല. ഞാനൊക്കെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എനിക്ക് ആലപ്പുഴ ജില്ലയിലാണ്, ആലപ്പുഴ ഹരിപ്പാട് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ. അവിടെ നിന്ന് പല സ്കൂളുകളിൽ കയറിയിട്ട് അവസാനമാണ് ഞാൻ എരുമപ്പെട്ടി ഹൈസ്കൂളിലെത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഈ എല്ലാവിധ ആശംസകളും ഈ സമയത്ത് ഞാൻ നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, അവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ കായിക ജ്വാല എന്നുള്ള ആ പേരും അവരുടെ പ്രവർത്തനവും ഇനിയും തുറന്ന് ഉണ്ടാവണമെന്നുള്ള താല്പര്യത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ജീവിതത്തിൽ നമ്മൾ ആളുകളെ 2 തരത്തിലാണ് സൂക്ഷിച്ചു വയ്ക്കുക. ഒന്ന് നമ്മൾ മനസ്സിലും, രണ്ടാമത് നമ്മൾ ഹൃദയത്തിലുമാണ്. മനസ്സിൽ സൂക്ഷിച്ച ആളുകൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാം, പക്ഷേ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല. മാഷ് എന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെയാണ്. മറുപടി പ്രസംഗത്തിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ മാഷിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി നാളെ ഇരിക്കുന്നവരായിരിക്കണം നമുക്ക് ചെലവേണ്ട ആൾക്കാർ.
ഒരു വർഷം 2.5-3 ലക്ഷം രൂപ എൻ്റെ കുടുംബം കേൾക്കണ്ട, 2-3 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാണ്. നമുക്കുള്ള ഭക്ഷണമായിട്ടും ഡ്രസ്സായും എല്ലാമായിട്ട്. അങ്ങനെ മാക്സിമത്തിന് നിന്നും കഴിഞ്ഞു. ഇനി അധികം പറ്റില്ല സംസാരിക്കാൻ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി. ബൈ. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ചേച്ചിയെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന പ്രിയ സ്നേഹമുള്ളവർക്കും ബഹുമാന്യർക്കും എൻ്റെ നമസ്കാരം. ഈ സ്കൂളിലെ 37 വർഷമായി ഞങ്ങൾ ഉച്ചക്കഞ്ഞി പാചക തൊഴിലാളികളായി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും കാലമായിട്ട് ഞങ്ങൾ ഇതുവരെയും ഇങ്ങനൊരു അംഗീകാരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങളുടെ പഴയ വിദ്യാർത്ഥികൾ കൃഷ്ണൻ, വസന്തൻ, സന്തോഷ്, സജയ്, അതുപോലെ കുറേ കുട്ടികളുണ്ട് ഞങ്ങൾ പഴയ വിദ്യാർത്ഥികളെ അറിയണവർ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഞങ്ങൾക്ക് ഇങ്ങനൊരു സന്തോഷകരമായ ഈ ഒരു ഇത് സംഘടിപ്പിച്ചു തന്നതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അവരെ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവരോട് നന്ദി പറയാണ്. പിന്നെ ഈ സ്കൂളിലെ ഞങ്ങൾ അനുഭവങ്ങൾ പറയാന്ന് വെച്ചാൽ വളരെയധികം പറയാനുണ്ട് ഈ 37 വർഷക്കാലമായിട്ട്. എന്നാലും കുറച്ച് ചില കാര്യങ്ങൾ പറയണം. അനീഫ് മാഷ് പറഞ്ഞതുപോലെ ഈ മക്കൾ സ്കൂളിലേക്ക് ഇങ്ങോട്ട് വന്നാൽ ആദ്യം ഓടി വരിക ഞങ്ങളുടെ അടുത്തേക്ക്, കഞ്ഞിവെള്ളം ഉണ്ടാ ചേച്ചിമാരെ ചോദിച്ചിട്ട് വരിക. അത് അന്നും അതെ, ഇപ്പോഴും അതെ. അന്നത്തെ മക്കൾക്ക് ശരിക്ക് ഭക്ഷണം വയറ് നിറയെ കൊടുക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല. കാരണം അന്ന് അരിയൊക്കെ വളരെ പരിമിതമായ രീതിയിൽ ലഭിച്ചിരുന്നുള്ളൂ. അപ്പോൾ 5, 6, 7 കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് കഞ്ഞി കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ കഞ്ഞിയിൽ നിന്ന് കുറച്ച് വെള്ളം അവിടെ മുക്കി വയ്ക്കും. അപ്പോൾ ഈ 8-ലോ 9-ലോ 10-ലോ മക്കളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ ക്ലാസ്സുകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ആ ഭക്ഷണത്തിൽ ഈ കഞ്ഞിവെള്ളം ചേർത്ത് അവർക്ക് കുറച്ചൊക്കെ വയറ് നിറയാനുള്ള ഒരു ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. അത് കുടിച്ച് അവരങ്ങോട്ട് പോകുമ്പോൾ അവരുടെ മുഖത്തുള്ളൊരു സന്തോഷം കാണണം. പക്ഷെ ഇന്നത്തെ മക്കൾക്ക് ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇന്നിപ്പോൾ 2 തരം കറികൾ, ഭക്ഷണം. ഇന്ന് 2 ചാക്കരിയാണ് ഞങ്ങൾ ഒരു ദിവസം വയ്ക്കണത്, അതിനനുസരിച്ച കറികളും. അപ്പം ഇന്ന് മക്കൾക്ക് ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ അനീഫ് മാഷായിട്ട് ഞങ്ങൾക്ക് ഒരു സമയത്ത് ചെറിയൊരു തെറ്റിദ്ധാരണ മൂലം ഒരു ചെറിയൊരു പിണക്കുണ്ടാവേണ്ടി വന്നിട്ടുണ്ട്. കാരണം മാഷ് ഞങ്ങളോട് കുട്ടികൾക്ക് നേരത്തെ വന്നിട്ട് കുറച്ച് ഭക്ഷണം വെച്ച് കൊടുക്കാൻ ഒരവസരത്തിൽ പറയണ്ടായി. അന്ന് ഞങ്ങൾക്ക് അതിനത് സാധിച്ചില്ല. കാരണം ഞങ്ങൾക്ക് അന്ന് ചെറിയ മക്കളും പിന്നെ എൻ്റെ ഭർത്താവിനാണെങ്കിൽ സുഖമില്ലാതെ ഒന്നരാടെന്ന് പറയണ പോലെ ആശുപത്രി കൊണ്ടുപോവുക, അവിടെ അഡ്മിറ്റ് ചെയ്യുക, അവിടെ കിടക്കുക, അവരെ നോക്കുക, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയുള്ളൊരു സമയമായിരുന്നു. പിന്നീട് അതൊക്കെ മാഷക്ക് മനസ്സിലായി. ഞങ്ങളോട് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലൊന്നും ഞങ്ങളോട് പെരുമാറിയിട്ടില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ അവർ സ്പോർട്സിൻ്റെ കുട്ടികൾ രാവിലെ അവിടെ ഗ്രൗണ്ടിൽ വന്ന് ഓടി തളർന്ന് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ചില കുട്ടികളോട് വന്ന് വീഴുക ചെയ്യുക, കിടക്കുക ചെയ്യുക, കഞ്ഞിവെള്ളം അയ്യാ ചേച്ചിമാരെ ചോദിച്ചിട്ട്. അപ്പോൾ ചിലപ്പോൾ ഭക്ഷണം ആയിണ്ടാവില്ല. എന്നാലും ഞങ്ങൾ അടുപ്പത്തുനിന്ന് വേഗം അവർക്ക് കഞ്ഞി എടുത്ത് ചൂടാറ്റി കൊടുത്ത്, എനിക്ക് കറിയൊന്നും കൊടുക്കാണ്ടായിണ്ടാവില്ല. അപ്പോൾ ഇത്തിരി മുളകും ഉപ്പും കൂടി തിരുമ്മി അതിലേക്ക് ചിലപ്പോൾ തൈര് ഇരിക്കുന്നുണ്ടാവും, അതൊക്കെ കൂടി അവർക്ക് കൊടുത്താൽ അവർക്ക് സന്തോഷമാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ പല കാര്യങ്ങളും മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ എല്ലാതും ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയില്ല. എന്നാലും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതുപോലെ ഹെൻറി മാഷ്
റോട്ടിൽ എവിടെ വെച്ച് കണ്ടാലും, ഏത് കടയിൽ വെച്ചിട്ടായാലും, ഏത് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടായാലും ഞങ്ങളതിനെ വളരെയധികം അഭിനന്ദിച്ച മാഷ് പറയും. ഇവരെ ചന്ദ്രികി അമലും സ്കൂളിൽ എത്ര വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്നറിയോ? അവരൊരു കുട്ടികൾ വന്നാൽ അവർ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞ് മടക്കി പറഞ്ഞയക്കില്ല. അതാണ് അവരുടെ കഴിവ്, അതാണ് അവർ. അങ്ങനെ മാഷ് എപ്പോഴും ഞങ്ങളെ റോട്ടിലെവിടെ വെച്ച് കണ്ടാലും അങ്ങനെ പറയും. പിന്നെ അതുപോലെ തന്നെ പല മക്കളും ഇന്ന് അന്ന് ഇവിടെ വന്ന് ഞങ്ങൾ ഭക്ഷണം വെച്ച് കൊടുത്തുള്ള പല മക്കളും ഇന്ന് വലിയ ഉയർന്ന സ്ഥിതിയിൽ നിലയിലായിട്ടുള്ള വളരെ കുട്ടികളുണ്ട്. ഞങ്ങളതിനവരൊക്കെ കണ്ടുപിടിച്ചിങ്ങനെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതൊക്കെ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷം. അതുപോലെ തന്നെ ഞങ്ങളുടെ പഴയ അനുഭവത്തിലൊരു കുട്ടി ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോൾ അവൻ പറയണത്, ആദ്യം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം മേടിച്ച് കുടിച്ചു. അതിനുശേഷം അവൻ പറയാം, ചേച്ചിമാരെ ഞാൻ ഇന്നലെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പോയതാണ്. അപ്പോൾ എന്താ മോനെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ രാത്രി കള്ള് കുടിച്ചു വന്ന് വെച്ച ചോറൊക്കെ എടുത്ത് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. ഓരോ മക്കളുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ അവർക്ക് സാധിക്കാതെ ഇവിടെ വന്ന ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ളവരുണ്ട്. അതുപോലെ പല അനുഭവങ്ങളുണ്ട്. ഞാൻ അധികമൊന്നും പറയാൻ ഉദ്ദേശിക്കണില്ല. എന്നാലും ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഇത്രയും വലിയൊരു ആദരവ് തന്ന മക്കളോട് ബാക്കി എല്ലാവരോടും ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു അമല ചേച്ചി. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം ശങ്കരൻകുട്ടി മാഷിനെ ക്ഷണിച്ചോളുന്നു. നമ്മുടെ പരിപാടി 10 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കുന്നതാണ്. അതിനുശേഷം സ്നേഹവിരുന്ന് കൂടി അതിൽ കൂടി പങ്കെടുത്തിട്ട് വിശിഷ്ടാതിഥികളും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും പോകാവൂ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, ഹനീഫ മാസ്റ്ററുടെ കുടുംബാംഗങ്ങളെ, സ്പോർട്സ് താരങ്ങളെ, എന്ന് വേണ്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കഥാനായകൻ ഹനീഫ് മാഷാണല്ലോ. അദ്ദേഹത്തെ പറയുകയാണെങ്കിൽ കുറേ അധികം പറയാണ്ട് അവിടേക്കൊന്നും സമയമില്ലാത്തതാണ്, അവിടേക്കൊന്നും നീട്ടിപ്പോണില്ല. കാരണം എനിക്ക് ഹനീഫ മാഷ് ഇപ്പോൾ ഇവിടെ വിങ്ങിയപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. കാരണം കുന്നംകുളം ബോയ്സ് ഹൈസ്കൂളിൽ സ്പോർട്സ് കഴിഞ്ഞ് ഫൈനലിസ്റ്റ് തയ്യാറാക്കുക. ആ തയ്യാറാക്കുന്ന നേരത്തെ അന്ന് ഹനീഫ മാഷ് വടക്കേക്കാട് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. വടക്കേക്കാടുള്ള ഒരു കുട്ടിക്ക് ഹൈ ജമ്പിൽ 2nd പ്രൈസ് കിട്ടി. അതേ സ്ഥാനം കുന്നംകുളം ബോയ്സിലെ ഒരു കുട്ടിക്കും MR രാമൻ മെമ്മോറിയൽ സ്കൂളിലെ ഒരു കുട്ടിക്കും 2nd പ്രൈസ് കിട്ടി. ഈ MR രാമൻ മെമ്മോറിയൽ സ്കൂളിലെ കുട്ടിയെ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ലിസ്റ്റിൽ കയറ്റുകയും ഹനീഫ മാഷ കുട്ടിയെ മാറ്റുകയും ചെയ്തു. ഈ വിഷമം ഹനീഫ മാഷ്ക്ക് ഇവിടുത്തെ സീനിയേഴ്സിനോട് പറയാൻ ഒരു വിഷമം. കാരണം അദ്ദേഹം വന്ന് കൊച്ചുകുട്ടിയാണ്, ചെറുപ്പമാണ്, സർവീസ് കയറിയിട്ടുള്ളത്. അപ്പോൾ മുഖമാകെ വാടിക്കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ടുകൊണ്ടേ എന്നെ പ്രതീക്ഷിച്ചിട്ട് നിൽക്കണേ മനസ്സിലായി. ഞാൻ ഓടിച്ചെന്നു, എന്താ ഹനീഫേ, എന്താ സംഭവം ചോദിച്ചു. ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാനങ്ങനെ രാഘവ് മാഷും KM ഡേവിഡും കൂടിയിട്ട് അവിടെ ഈ ലിസ്റ്റ് തയ്യാറാക്കുക. ഞാൻ ഒരു പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ ഈ കുട്ടിയെ മാറ്റി നിർത്തി ചോദിച്ചു. എന്തെങ്കിലും ഒന്നുകിൽ നെക്സ്റ്റ് ഫസ്റ്റ് ചാൻസിൽ ആ കുട്ടിയുടെ ജമ്പിൽ വരെ തെറ്റ് പറ്റിയിട്ടുണ്ടോ, അതുകൊണ്ടാണോ, അതാണോ ഈ കുട്ടിയെ എന്താ മാറ്റണം, ഈ കുട്ടിയെ ഏത് നിലയ്ക്കും ഈ കുട്ടി സെക്കൻഡിന് ഇറങ്ങാനാണല്ലോ, ഈ കുട്ടിയുടെ പേരയിൽ കയറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് തർക്കം അത് വഴക്കിൻ്റെ മുകളിലെത്തി. എവിടേക്കല്ല ആ കുട്ടിയുടെ പേര് ആ ലിസ്റ്റിൽ കയറ്റി. കുട്ടി സ്റ്റേറ്റിന് പോയി, തിരുവനന്തപുരത്ത് നിന്ന് സ്പോർട്സ് ഉണ്ടായിരുന്ന സ്റ്റേറ്റിന് പോയി അവിടെ നിന്ന് മത്സരം നടന്നു. കുട്ടി ഫസ്റ്റ് പ്രൈസോട് കൂടി ആ മത്സരത്തിൽ ജയിക്കുകയും ചെയ്തു. അന്ന് ഹനീഫ മാഷ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കല്ല കടിക്കുകയാണ് ചെയ്തു തരുന്നത്. കാരണം അത്ര സന്തോഷത്തിൽ. കാരണം അദ്ദേഹം കുട്ടികളെ സ്നേഹിക്കുക, അങ്ങനെ കണ്ട് അഗാധമായി കുട്ടികളെ സ്നേഹിക്കുന്നു. ഇത് ഒരു കാര്യം. പിന്നെ ഹനീഫ പറ്റി ഹനീഫ മാഷ എന്ന് പറയുക വരുന്നില്ല. കാരണം ഞാനിവിടെ സർവീസ് കയറുന്ന കാലത്ത് ഇവിടെ 3ല 2ല കണ്ട് പഠിക്കുക. അപ്പോൾ ആ മൂത്ത പെങ്ങൾ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇയാളെ ഇടയ്ക്ക് ക്ലാസ്സിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് പോയി കണ്ടിട്ടുണ്ട്. അത് ആ പരിചയം തന്നെയുള്ളൂ. പിന്നെ കൂടുതലും സംസാരിക്കില്ല, സമയമില്ലാത്ത കാരണം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഷ്. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഫ്രാൻസിസ് മാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ സ്റ്റാറായ മുഹമ്മദ് മാഷ്, ഹനീഫ, അതുപോലെ വേദിയിലെ വിശിഷ്ട വ്യക്തികളെ,
സദസ്സിലുള്ള കായിക കുട്ടികളെ, കായിക അധ്യാപകരെ, കുടുംബാംഗങ്ങളെ, എരുമപ്പെട്ടി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 2 കായിക യുഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് OC നാരായണൻ മാഷിൻ്റെ കാലഘട്ടവും അതിനുശേഷം മുഹമ്മദ് ഹനീഫ അവൻ്റെ ഹെൻറി മാഷ് അവിടെ നിന്നുള്ള കാലഘട്ടം. അങ്ങനെ 2 കാലഘട്ടങ്ങളാണ് എരുമപ്പെട്ടിയുടെ സ്പോർട്സ് കൾച്ചറിൽ വന്നിട്ടുള്ള 2 യുഗങ്ങൾ. ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല, കാരണം നേരം വൈകിപ്പോയിട്ടുണ്ട്. പിന്നെ ഒരു കായിക അധ്യാപകൻ പല റോളുകളും അഭിനയിക്കും. അതിൽ മുഹമ്മദ് ഹനീഫ് മാഷ് 3 റോളുകൾ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് കായിക രംഗത്ത്, ഒന്ന് സ്കൂളിൻ്റെ ഡിസിപ്ലിൻ കാര്യത്തിൽ, പിന്നെ നാട്ടിലത്തെ പൊതുവായ കാര്യങ്ങളിൽ. ഇങ്ങനെ 3 കാര്യങ്ങളിലാണ് മുഹമ്മദ് ഹനീഫ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഇന്നിവിടെ ഇത് സംഘടിപ്പിച്ച കായിക ജ്വാല അതിൻ്റെ സംഘാടകർക്ക് നിങ്ങളെ ആദരിച്ചതിൽ അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു മാഷ്. കായികജാല 2024 ഇവിടെ അവസാനിക്കുന്നില്ല. അതിൻ്റെ ആരംഭമായിട്ടുള്ളതാണ് മാഷിനുള്ള ആദരവ്. ഇവിടുന്ന് നിന്നാണ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത്. മാഷിൻ്റെ ആ പണ്ടത്തെ കുട്ടികളായി തന്നെ എരുമപ്പെട്ടി സ്കൂളിന് വേണ്ടിയിട്ടുള്ള എന്ത് സഹായവും സ്പോർട്സ് രംഗത്തേക്ക് ഒരു സ്റ്റെപ്പും കൂടിയും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ജൈത്രയാത്ര തുടങ്ങാൻ പോകുന്നത്. ഈ ചടങ്ങിൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി കായികജാല ട്രഷറർ ജലീൽ CM അവരുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപാട് തിരക്കുകളുള്ള ദിവസം, പ്രതികൂല കാലാവസ്ഥ, നല്ല വെയിൽ, എന്നിട്ടൊക്കെയും ഞങ്ങൾ സംഘാടക സമിതി പ്രതീക്ഷിച്ച ആ ഒരു വേദിയും അതുപോലെ തന്നെ സദസ്സും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഹനീഫ മാഷക്കുള്ള ആദര സൂചകമാണ്. തീർച്ചയായും ഇവിടെ അബൂബക്കർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തിനുള്ളിലും മനസ്സിനുള്ളിലും നാം ഓരോരുത്തർക്കും സ്ഥാനം നൽകുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു പരിപാടിയുടെ ഹനീഫ മാഷ്ക്കുള്ള സ്ഥാനം എവിടെയാണ് എന്നുള്ളത് തീർച്ചയായും ഹനീഫ മാഷിന്റെ വാക്കുകളിലും അദ്ദേഹത്തിന്റെ ആ ഒരു വികാര നിർഭരമായ പ്രസംഗത്തിലുമൊക്കെ നമുക്ക് മനസ്സിലായി. തീർച്ചയായും ഇന്ന് നാം തുടങ്ങി വെക്കുന്ന ഈ ഒരു ജ്വാല എരുമപ്പെട്ടിയുടെ കായിക പ്രതീക്ഷകൾക്ക് ഒരു പടി കൂടി മുന്നിലേക്ക് നീങ്ങുന്നതിന് ഹനീഫ മാഷോടൊപ്പം ഈ ഒരു സംഘാടക സമിതി കൂടി ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾ നൽകുകയാണ്. ഈ വൈകിയ വേളയിൽ മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞങ്ങൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇതിനോടനുബന്ധിച്ചുള്ള തുടർ പ്രവർത്തനങ്ങളിൽ കായിക മേഖലയെ സ്നേഹിക്കുന്ന, എരുമപ്പെട്ടി സ്കൂളിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹനീഫ മാഷ് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ 1997 ആ ഫുട്ബോൾ ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആവാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. തീർച്ചയായും അതിനുശേഷം 27 വർഷത്തോളം ഒരുപാട് കായിക താരങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ എരുമപ്പെട്ടി എന്ന പ്രദേശത്തെ എല്ലാവരും കണ്ടിരുന്നത് നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ കായിക അഭിവൃദ്ധിയെ കുറിച്ച് തന്നെയാണ്. തീർച്ചയായും അതില് ഹനീഫ മാഷ്ക്ക് മുന്നേ ഇവിടെ ജോലി ചെയ്തിരുന്ന ഹെൻറി മാഷ് ഉൾപ്പെടെയുള്ള ഒരുപാട് അധ്യാപകര്, ഇപ്പോൾ അതിനുശേഷം ഇവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് അധ്യാപകര്, എല്ലാവരോടും ഈ കായിക ജ്വാലയുടെ പേരില് സംഘാടക സമിതിക്ക് വേണ്ടി ഞങ്ങളാക്കിയ, അല്ലെങ്കിൽ എവിടെയും അറിയപ്പെടാതിരിക്കാൻ ആ ഒരു രീതിയിലൂടെ പോകുമായിരുന്ന ഒരുപാട് സാധാരണക്കാരെ, വസന്തൻ, കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരെ ലോകത്തിന്റെ മുന്നിൽ, ദേശീയ കായിക മേഖലയ്ക്ക് മുന്നിൽ, സംസ്ഥാന തലത്തില് അവരുടെയൊക്കെ അഭിമാന താരങ്ങളാക്കി മാറ്റാൻ പ്രയത്നിച്ച ഹനീഫ മാഷ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രിയ ഗുരുക്കന്മാർക്ക് ഹൃദ്യമായ മംഗളങ്ങളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ ഇവിടെ ഇരിക്കുന്ന വിശിഷ്ടാതിഥികൾ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ സംഘാടക സമിതി ക്ഷണിച്ച എല്ലാവരും, വിനോജ് മാഷ്
സലീം ഉൾപ്പെടെയുള്ള ആ ഒരു ജനപ്രതിനിധികൾ ഒഴികെയുള്ള ഞങ്ങൾ നോട്ടീസിൽ പേര് വെച്ച എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരോടും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് പേര്, നമ്മൾ തുടങ്ങുമ്പോൾ ഇതേ സ്റ്റേജിൽ ഇതേ ചെയറിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ സംഘാടക സമിതിയുടെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇത് ഗൾഫുകളിൽ ഒക്കെയുള്ള അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെയുള്ള ഒരുപാട് പേര് ഇതിൻ്റെ സാമ്പത്തികമായും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്കും ഞങ്ങൾ ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ഒരു പരിപാടിയെ ജനങ്ങളിലേക്ക് എത്തിച്ച റഷീദ് ഉൾപ്പെടെയുള്ള പത്രമാധ്യമ സുഹൃത്തുക്കളുണ്ട്, അവർക്കും ഞങ്ങൾ ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ മാന്യ വ്യക്തികൾക്കും ഞങ്ങളൊരു ഈ ഒരു വിദ്യാലയത്തിൽ നമുക്കറിയാം ഏതൊരു കാര്യത്തിനും ഒരു ബേസ് വേണം. ആ ഒരു ബേസ് തീർച്ചയായും നമ്മുടെ വിദ്യാലയമാണ്. ഇവിടെ നിന്നാണ് ഈ ഒരു പരിപാടി ഉൾപ്പെടെയുള്ള 27 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പരിപാടികളുടെ എല്ലാതിൻ്റെയും തുടർച്ച. അതുകൊണ്ട് ഈ ഒരു വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു മികച്ച വേദി ഒരുക്കി തന്ന വിദ്യാലയത്തിന്റെ ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെയുള്ള ഇതിന്റെ PTA ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സംഘാടക സമിതിക്കും ഞങ്ങൾ ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹനീഫ് മാഷിന്റെ കുടുംബം ഇവിടെയുണ്ട്. അതുപോലെ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ ഹനീഫ് മാഷോടും ഞങ്ങളോടും സ്നേഹമുള്ള ഒട്ടേറെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. പരിപാടി അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. അതുപോലെ അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവിരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് പിരിയാം.
Thank you.